സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. ഹലോ, ഗുഡ് ഈവനിങ്. കാൽനൂറ്റാണ്ട് പിന്നിട്ട ചാരക്കേസ് പുനർജനിക്കുന്നു. ഓർമ്മകളുടെ ഭ്രമണപഥത്തിലെ ചില തമോഗർത്തങ്ങളിലേക്ക് വെളിച്ചം വീശുമോ സുപ്രീം കോടതി CBIയിലേക്ക് ചാരക്കേസിന്റെ ഗൂഢാലോചന വിടുമ്പോൾ? എൻകൗണ്ടർ ആരംഭിക്കുന്നു. സ്വാഗതം. So I welcome it. It is good. It's a progress made. Some step forward. A crime was a fabricated crime. അത് സുപ്രീം കോടതി CBIയുടെ ക്ലോഷർ റിപ്പോർട്ട് പറയുന്നുണ്ട്. CJM കോടതി അക്സെപ്റ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഫസ്റ്റ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പറയുന്നുണ്ട്. April 29, 1998 ജഡ്ജ്മെൻറ്റ്. പിന്നെ September 14, 2018 അത് പറയുന്നുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറയുന്നുണ്ട്. സോ സംശയമില്ലാതെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. അപ്പോൾ ആര് ഫാബ്രിക്കേറ്റ് ചെയ്തുള്ളത് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ പ്രയത്നം. ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഇതിനകത്ത് വരണമല്ലോ. IBയുടെ ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അവരും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. 25 വർഷങ്ങൾക്ക് മുമ്പ് ചാരക്കേസിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ CBI ചാരക്കേസ് കെട്ടിച്ചമച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നൽകിയ രഹസ്യ റിപ്പോർട്ട് ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ചാരക്കേസിലെ നമ്പി നാരായണനെതിരായ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ജസ്റ്റിസ് DK ജെയിൻ സമിതി സുപ്രീം കോടതി CBIക്ക് കൈമാറിയിരിക്കുന്നു. ചാരക്കേസ് അന്വേഷിച്ച കേരള പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ലീഡറായിരുന്ന DIG സിബി മാത്യൂസ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറായിരുന്ന S വിജയൻ, ക്രൈംബ്രാഞ്ച് CID DYSP ആയിരുന്ന KK ജോഷുവ, ഇന്റലിജൻസ് ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RB ശ്രീകുമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണത്തിന് CBI എത്തുമ്പോൾ കാൽനൂറ്റാണ്ട് ചാരം മൂടിയ ചാരക്കേസ് ആളിക്കത്തുമോ? നടന്നത് അന്താരാഷ്ട്ര തലത്തിലെ ഗൂഢാലോചനയാണോ? യഥാർത്ഥത്തിൽ ആരായിരുന്നു ആ ചാരൻ? ചാരക്കഥയ്ക്ക് തിരക്കഥയൊരുക്കിയത് ഉദ്യോഗസ്ഥർ മാത്രമാണോ? കാൽനൂറ്റാണ്ട് മുമ്പ് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ കിരീടമൊഴിഞ്ഞിറങ്ങിയ ലീഡർ K കരുണാകരന് CBI അന്വേഷണത്തിലൂടെ നീതി ലഭിക്കുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. ചാരക്കേസ് ആളിക്കത്തുമോ? അതിഥികളായി നമുക്കൊപ്പം അല്പസമയത്തിനകം ISR മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ നേരിട്ട് പങ്കെടുക്കും. റിട്ടയർഡ് SP S വിജയൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നമ്പി നാരായണന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ, മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ എന്നിവർ ചേരും. ആദ്യം S വിജയനിലേക്ക്. S വിജയൻ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറായിരുന്നു. ഈ കേസിൽ മറിയം റഷീദെ ആദ്യം അറസ്റ്റ് ചെയ്തത് ഈ S വിജയൻ എന്ന അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറാണ്. തത്സമയം നമുക്കൊപ്പമുണ്ട് ശ്രീ S വിജയൻ. ശ്രീ S വിജയൻ, വെരി ഗുഡ് ഈവനിങ്. വർഷങ്ങൾക്കു ശേഷം വീണ്ടും ചാരക്കേസ് CBI അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ നിങ്ങളടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് എന്നതിൽ ആശങ്കയും ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനുമുണ്ടോ? സുഹൃത്തെ, ഒരാശങ്കയുമില്ല, ഒരു ടെൻഷനുമില്ല. കാരണം കേസ് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കൗണ്ടർ പാർട്ടാണല്ലോ ഈ CBIയും ബാക്കിയുള്ളവരും ഒക്കെ. ഞങ്ങൾ പഠിച്ച അതേ വിദ്യ തന്നെയാണ് അവരും പ്രാക്ടീസ് ചെയ്യുന്നത്. തെളിവ് വേണം. തെളിവ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ അത് ഉണ്ടെങ്കിൽ, തെളിവ് കെട്ടിച്ചമച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനും പറ്റും. അതുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ ചെല്ലുമെന്നുള്ളത് കൊണ്ട് ഒരാശങ്കയും ഇല്ല. CBIയുടെ ഏത് അന്വേഷണവും ഫേസ് ചെയ്യാൻ ഞാൻ സർവാത്മന തയ്യാറാണ്. ഈ DK ജെയിൻ സമിതി അന്വേഷണം നടത്തുന്ന വേളയിൽ താങ്കളുടെ കാര്യങ്ങൾ ആരാഞ്ഞിരുന്നില്ലേ? താങ്കളും സിബി മാത്യൂസും KK ജോഷിയും ഉൾപ്പെടുന്ന കേരള പോലീസ് ഉദ്യോഗസ്ഥർക്ക് DK ജെയിൻ്റെ മുന്നിൽ തങ്ങളുടെ വാദം അവതരിപ്പിക്കാൻ സമയം കിട്ടിയിരുന്നില്ലേ? എങ്കിൽ ഞാൻ ഇപ്പോൾ താങ്കളുടെ മുമ്പിൽ വരികില്ലായിരുന്നു. അവസരം കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഏതാണ്ട് 2.5 വർഷക്കാലം യഥാർത്ഥത്തിൽ അദ്ദേഹം ക്രിക്കറ്റ് കോഴയുടെ പിന്നിലായിരുന്നു. എന്നിട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒരാൾ ഇവിടെ തിരുവനന്തപുരത്ത് ദർബാർ ഹാളിലെത്തി നമ്പി നാരായണനെ വിളിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചിട്ട് ഒരു റിപ്പോർട്ട് തട്ടിക്കൂട്ടി അത് കോടതി കൊടുത്തതാണ്. കോടതി അത്
കണ്ടിട്ട് ലജ്ജിച്ചാകണം ആ റിപ്പോർട്ട് പുറത്ത് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് കാണിച്ചാൽ അതിൻ്റെ ട്രൂ കളർ എന്താണ്, അതെങ്ങനെയാണ് നടത്തിയതെന്ന് മനസ്സിലാവും. അതായത് സുപ്രീം കോടതി ജഡ്ജി ചെയ്യേണ്ടത് എസ് വിജയൻ, താങ്കൾ വിശ്വസിക്കുന്നത് ഈ DK ജെയിൻ സമിതി റിപ്പോർട്ട് നിലവാരമില്ലാത്തതുകൊണ്ട് എന്താണോ തങ്ങൾ ഉദ്ദേശിച്ചത് ആ അന്വേഷണം ഈ DK ജെയിൻ സമിതിയുടെ അന്വേഷണത്തിൽ നടക്കാത്തത് കൊണ്ട് അത് CBI ഏൽപ്പിക്കുന്നുവെന്നാണോ ശ്രീ എസ് വിജയൻ മനസ്സിലാക്കുന്നത്? ഇതുവരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതും ചില ആളുകൾ വിശ്വസിക്കുന്നതും തിരിച്ചാണ്. ഈ ജെയിൻ സമിതി റിപ്പോർട്ടിൽ ചില ഗൗരവമേറിയ കണ്ടെത്തലുകൾ ഉണ്ടെന്നും ആ കണ്ടെത്തലുകൾ CBI അന്വേഷിക്കണമെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ തുടർച്ചയാണ് ഈ അന്വേഷണമെന്നാണ്. നിലവാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണ്. കാരണം നിലവാരത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ച. ഇവിടെ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, എതിർകക്ഷിക്ക് പറയാനുള്ള അവകാശം, അയാൾക്ക് ഹാജരാക്കാനുള്ള തെളിവുകൾ ഹാജരാക്കാനുള്ള അവകാശം, അത് നിഷേധിച്ചുകൊണ്ട് ഒരാളുടെ മൊഴി മാത്രം റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുക, ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ബന്ധപ്പെട്ടവർക്ക് നൽകാതിരിക്കുക, എന്നിട്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ അത് വേറൊരു ലൈനിലേക്ക് കേസിൻ്റെ അന്വേഷണത്തെ കൊണ്ടുപോവുക, ഇതൊക്കെ വലിയ നിയമലംഘനവും പൗരാവകാശ ലംഘനവും എതിർകക്ഷികളുടെ പ്രതികളുടെ അവകാശത്തെ ഹനിക്കലുമാണ്. അത് സുപ്രീം കോടതിയല്ല, ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇവിടെ ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നടപടിക്രമങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞു തീർന്നില്ല. ഗ്ലോറിഫൈ ചെയ്തിട്ട് അത് വളരെ മഹത്തരമായിട്ടൊരു സാധനമാണ്, അതും കോടതി അംഗീകരിച്ചു, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഈ 2 സെക്രട്ടറിമാരുണ്ടായിരുന്നല്ലോ, അവരെന്ത് ചെയ്യായിരുന്നു? ഈ 18 മാസം അവരെന്ത് ചെയ്യായിരുന്നു? അവർ ശരിയായ രീതിയിൽ കേസ് അന്വേഷിച്ച് ബന്ധപ്പെട്ടവരെ കണ്ടു ചോദിച്ചിട്ട്, 4 നൂറ്റാണ്ടിന് മുമ്പുള്ള കേസാണ്, അതിലെ രേഖകൾ പരിശോധിക്കണം, ഉദ്യോഗസ്ഥന്മാരെ കേൾക്കണം. കാരണം സുപ്രീം കോടതി ഇങ്ങനൊരു കമ്മിറ്റിയെ വെച്ചത് 25 വർഷത്തിന് മുമ്പുള്ള സാധനമാണ്. അത് പരിശോധിച്ച് അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ്. അതിന് ബന്ധപ്പെട്ടവരെ കണ്ടു ചോദിക്കണം, രേഖകൾ പരിശോധിക്കണം. അതിന് അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ നിന്നുള്ള 2 പേര് സ്റ്റേറ്റിലെയും സെൻട്രലിലെയും ഉദ്യോഗസ്ഥന്മാരെ കമ്മീഷൻ ഉൾപ്പെടുത്തുകയാണ്. എന്നിട്ട് വിശദമായിട്ട് അന്വേഷിക്കാനായിട്ടുള്ള നിർദ്ദേശത്തോടു കൂടി രൂപീകരിച്ച കമ്മീഷൻ ഒരു പൊട്ട റിപ്പോർട്ടാണ്. ബന്ധപ്പെട്ടവരെ കണ്ടു ചോദിക്കാതെ, അവർക്ക് റെക്കോർഡുകൾ ഹാജരാക്കാൻ അവസരം കൊടുക്കാതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട് ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ വേണ്ടി മാത്രം സീൽഡ് കവർ. എന്നിട്ട് അദ്ദേഹത്തെ സഹായിക്കാനാണോ ആരെ സഹായിക്കാനാണോ സുപ്രീം കോടതി അത് പൊട്ടിച്ചു നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കും അത് പുറത്തു കൊടുത്താൽ ശരിയാകത്തില്ല എന്നുള്ളതുകൊണ്ട് CBIക്ക് കൊടുത്തിട്ട് ഇത് പുറത്ത് കാണിക്കരുതെന്നും കൂടെ പറഞ്ഞു. എന്തുകൊണ്ട് അതിന് ഒരു പ്രൊസീജിയർ പാലിക്കാത്ത ഒരു തികച്ചും തെറ്റായ നിയമാടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ടായതുകൊണ്ടാണ്. അത് സുപ്രീം കോടതി അത് അങ്ങനെ പറയുമ്പോൾ അതും നിയമമായി പോവും. അതാണ് കാര്യം. ശ്രീ എസ് വിജയൻ അങ്ങ് പറഞ്ഞതുപോലെ ഈ അന്വേഷണ റിപ്പോർട്ട് DK ജെയിൻ സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് അങ്ങനെയാണോ തയ്യാറാക്കേണ്ടത് എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. പക്ഷേ അത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായിട്ട് കണക്കാക്കാം എന്ന് പോലും സുപ്രീം കോടതി പറയുന്നു. അത് CBIയുടെ ഡിസ്ക്രിഷന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എസ് വിജയൻ, യഥാർത്ഥത്തിൽ ഈ ചാരക്കേസിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? താങ്കളും സിബി മാത്യുവും KK ജോഷിയും ഈ ഇന്റലിജൻസ് ബ്യൂറോയിലെ മാത്യു ജോൺ എന്ന ജോയിന്റ് ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാറും പിന്നെ കേരളത്തിലെ അന്നത്തെ രാഷ്ട്രീയാവസ്ഥയിൽ ഈ കേസ് വന്നതുകൊണ്ട് രാഷ്ട്രീയ ഫലം അനുഭവിച്ച ചില രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തിയ, മാധ്യമപ്രവർത്തകരും ചേർന്ന് നടത്തിയ അപസർപ്പക കഥയ്ക്ക് വെല്ലുന്ന വിധത്തിലുള്ള ഗൂഢാലോചനയായിരുന്നോ ഈ കേസ്? സുഹൃത്തെ, ഒരു ഗൂഢാലോചനയും ഇല്ല. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നയാൾ ഒരു സബ് ഇൻസ്പെക്ടറുടെ മുകളിലുള്ള ഒരു ചെറിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് അന്നത്തെ DCP ആയിരുന്ന ഋഷാജ് സിംഗ് CBI സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കുലറിൽ കാരണം എമിഗ്രേഷൻ പോസ്റ്റ്, ട്രിവാൻഡ്രത്തെ എമിഗ്രേഷൻ പോസ്റ്റ് ISIക്കാരുടെ വരവ് മാലിക്കാരുടെ കവറിൽ ഇവിടെ വരുന്നുണ്ട്, അവരെ നോക്കണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് SB ഇൻസ്പെക്ടറായ ഞാൻ 2 സബ് ഇൻസ്പെക്ടർമാരെ ഉപയോഗിച്ചിട്ട് മെഡിക്കൽ കോളേജും ഈ പറയുന്ന പിന്നെ തമ്പാനൂർ ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു വെരിഫിക്കേഷനിൽ നോട്ട് ചെയ്യപ്പെട്ട 2 പേരുടെ കാര്യം അത് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവരുടെ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്നും കാളുകൾ പോകുന്നത് ISROയിലെ സീനിയർ ആയിട്ടുള്ള ഓഫീസർമാർക്കാണ്. അക്കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ബന്ധപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് റിപ്പോർട്ട് ചെയ്യുകയും അത് IB അറിയിക്കുകയും IBയിൽ നിന്ന് അന്നത്തെ ഇന്റലിജൻസ് ഓഫീസർമാരായിട്ടുള്ള മിസ്റ്റർ പുന്നനും അതുപോലെ ഒരു GS നായരും ഉണ്ട്. അവരന്വേഷിച്ച് അക്കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള പവേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ആദ്യം മറിയം റഷീദ സ്ഥലം വിടാൻ പോയപ്പോൾ ഓവർ സ്റ്റേലിന് അവരുടെ പേര് കേസ് എടുക്കണമെന്നുള്ള നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇൻസ്ട്രുമെൻ്റായി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്ത് അവരുടെ പേർക്ക് കേസെടുക്കുന്നു, അവരെ ഡീറ്റെയിൻ ചെയ്തു, അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് റെക്കോർഡുകളും ഫോൺ ഡയറിയും മറ്റും. അതിലാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ശ്രീ എസ് വിജയൻ. ഈ മറിയം റഷീദയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത തെളിവുകൾ കോടതിക്ക്
ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്ന് മാത്രമല്ല, CBI ഈ കണ്ടെടുത്ത തെളിവുകളെക്കുറിച്ച് പറഞ്ഞത് ഇത് ഈ കേസുമായി നേരിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടുന്നതല്ല എന്നാണ്. എങ്ങനെയാണ് നേരിട്ട് ഈ കേസുമായി, പ്രത്യേകിച്ച് ചാരക്കേസ് പോലെ ഒരു കേസുമായിട്ട് ഈ മറിയം റഷീദയുടെ ഓവർ സ്റ്റേയെ നിങ്ങൾ കണക്ട് ചെയ്തത് എന്നതിലാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇതിൽ അങ്ങ് പറഞ്ഞല്ലോ, ഈ ശശികുമാർ എന്നൊരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞന്റെ പേരിലാണ് ഈ കോളുകൾ പോയത് ഈ ഹോട്ടലിൽ നിന്ന്. അതെന്തിനു വേണ്ടിയാണെന്ന് പിന്നീട് ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. CBI റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ കാണാം. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ISROയിലെ മുതിർന്ന ഈ ശാസ്ത്രജ്ഞരുടെ, പ്രത്യേകിച്ച് ഒരു മിഷനിൽ തന്നെ ഏർപ്പെട്ടിരുന്ന 2 മുതിർന്ന ശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകൾ നിങ്ങൾ വിലക്കെടുക്കാതെ പോയത്? മിസ്റ്റർ അരുൺ, നിങ്ങൾ വാക്കുകൾ വായിൽ തിരികുകയാണ്. അത് ചെയ്യരുത് ദയവായി. എനിക്ക് പറയാനായിട്ടുള്ള അവസരം തരണം. ഈ മറിയം റഷീദ ഇവിടെ വന്നത് ഒരു ISI ഏജൻ്റായിട്ടല്ല. മറിയം റഷീദ പോലീസുകാരിയാണ്. അബ്ദുൽ ബാരി എന്ന മാലിയിലെ ഡിഫൻസ് സെക്രട്ടറി അവരെ ടിക്കറ്റ് എടുത്ത് ഇന്ത്യയിൽ അയച്ചതാണ്. അവർക്ക് എതിരായി അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇല്യാസ് നാസർ എന്നയാൾ ബാംഗ്ലൂരിൽ താമസമുണ്ട്. അയാളുടെ ഇന്ത്യയിലെ പ്രവൃത്തികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇന്ത്യൻ ഏജൻസികൾ അറിയാതെ അവർ കടത്തിവിട്ട ഒരു സ്ത്രീയാണ്. അവരിവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണ് മാലിക്കാരിയായിട്ടുള്ള ഫൗസിയ ഹസനെ പരിചയപ്പെടാനിടയായത്. ഫൗസിയ ഹസൻ ഇല്യാസ് നാസറുടെ സർക്കിളിനകത്തുപെട്ട ആളാണ്. ഇതാണ് ഏറ്റവും നല്ല വഴിയെന്നും പറഞ്ഞിട്ട് ഇവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അങ്ങനെ ഇല്യാസ് നാസറുടെ സർക്കിളിൽ കടന്നു കയറുക എന്നുള്ളതായിരുന്നു മറിയം റഷീദയുടെ ഉദ്ദേശം. അപ്പോൾ ഫൗസിയ ഹസനാവട്ടെ, അവർക്ക് ബാംഗ്ലൂരിൽ എന്തൊക്കെയാണ് നമ്മുടെ ശാസ്ത്ര സ്ഥാപനങ്ങൾ നടക്കുന്നതെന്ന് അറിയാൻ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ തിരുവനന്തപുരത്തെ ശാസ്ത്രജ്ഞന്മാരെയും ബന്ധപ്പെടണം. അതിന് പറ്റിയ ഒരാൾ വേണം. അത് ഹണി ട്രാപ്പെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ബന്ധപ്പെടാൻ പറ്റിയൊരു പീസാണെന്ന് കണ്ടിട്ടാണ് മറിയം റഷീദയെ ഫൗസിയ ഹസൻ ഉപയോഗിച്ചത്. പീസ് എന്നുള്ള വാക്ക് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതിൽ ഖേദിക്കുന്നു. ആ സ്ത്രീയെ ഉപയോഗിച്ചത്, ആ സ്ത്രീ ഉപയോഗിച്ചിട്ട് അങ്ങ് അറിയാതെ പറഞ്ഞു പോയതാണെങ്കിലും സമാനമായ രീതിയിൽ അങ്ങേക്കെതിരെ ഈ മറിയം റഷീദ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ഈ കോടതി മാധ്യമങ്ങളോട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്, താങ്കൾക്ക് മറിയം റഷീദയിലും ഒക്കെയുള്ള താല്പര്യമാണ് ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ കുടുക്കിയതെന്നൊക്കെ. അന്നത്തെ ഒരു പ്രതി എന്ന നിലയിൽ അവരുടെ വാദം നമ്മൾ ആ അർത്ഥത്തിൽ തള്ളിയാൽ പോലും CS വിജയൻ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ഈ കേസ് നേരെ നമ്പിനാരായണിലേക്ക് വന്നെത്തുകയാണ്. ശശികുമാർ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ഫൗസിയ ഹസൻ തന്നെ ബന്ധപ്പെട്ടു, അത് ഫൗസിയ ഹസൻ്റെ മകളുടെ അഡ്മിഷന് വേണ്ടുന്ന കാര്യമാണെന്നും അതിന് എങ്ങനെയാണ് ശർമ്മയെ ബന്ധപ്പെട്ടതെന്നും അതെങ്ങനെയാണ് ചന്ദ്രശേഖരെ ബന്ധപ്പെട്ടതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീട് CBI അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ഇത് നിങ്ങൾ കേരള പോലീസിന് മാത്രം, ഇതിന് തുടക്കത്തിൽ IBക്ക് മാത്രം ഈ വിവരങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടുന്നു. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ എവിഡൻസ് എന്താണ്? അതായിരുന്നു ചോദ്യം. അതാണല്ലോ CBI അന്വേഷിച്ചത്. സുഹൃത്തെ, നിങ്ങളുടെ ദുസൂചന എനിക്ക് മനസ്സിലായി. ഇവിടെ കേരളത്തിൽ സ്ത്രീകൾക്ക് ക്ഷാമമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അറസ്റ്റ് ചെയ്ത തീയതി മുതൽ ഓരോ റിമാൻഡ് പീരീഡിലും കോടതിയിൽ ഹാജരാക്കുന്ന മറിയം റഷീദയ്ക്ക് വക്കീലുണ്ടായിരുന്നു. ചെറിയ വക്കീലൊന്നുമല്ല, വളരെ പ്രഗത്ഭനായ വക്കീൽ. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൽ ട്രീറ്റ്മെൻറ്റ് അവർക്കുണ്ടായി എന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയുമായിരുന്നു. അങ്ങനെ ഒരു കേസൊക്കെ പിന്നീട് CBIക്കാരെ കൂടെ കിട്ടിയപ്പോൾ, കേസ് എഴുതി തള്ളാനായിട്ട് അവർ തയ്യാറെടുത്തപ്പോൾ അവർക്ക് സഹായമായ രീതിയിൽ പിന്നീട് ഓരോ ആരോപണങ്ങൾ കൊണ്ടുവന്നാണ്. അതിലുള്ള സാധനമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. അല്ലാതെ എനിക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്, നിങ്ങൾ അന്വേഷിക്കുക. ഇത്തരത്തിലൊരു സാധനം 30 വർഷം ജോലി ചെയ്ത് എൻ്റെ പേരിലുണ്ടോ എന്ന്. പിന്നെ വിദേശി വന്നിട്ട് ഒരു കേസിൻ്റെ അന്വേഷണ മധ്യേ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങൾ കയറിപ്പോണ്ട. ഞാൻ പറഞ്ഞത് ഈ കേസിലെ ചില അല്ലല്ല, ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തിയതല്ല. അന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രതി മാധ്യമങ്ങളോട് പറയുന്ന മൊഴിയിൽ അത് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് അറിയേണ്ടത് CS വിജയൻ, ഇതിൽ ഈ നമ്പിനാരായണനെ നിങ്ങൾ കണക്ട് ചെയ്തതും ശശികുമാർ ഈ ഫൗസിയ ഹസനുമായിട്ടും മറിയം റഷീദുമായി ബന്ധപ്പെടുന്നതും ഒരു ഡോക്ടറുടെ സേവനത്തിനും മകളുടെ അഡ്മിഷന് വേണ്ടുന്ന കാര്യത്തിനുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് തെളിവാണ് കിട്ടിയതെന്നുള്ളതാണല്ലോ അടിസ്ഥാനമായൊരു ചോദ്യം. ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യയോ വികാസ് എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യയോ ഈ ശാസ്ത്രജ്ഞരിൽ നിന്ന് ഈ പറയുന്ന മാലിക്കാരികൾ വഴി പാകിസ്ഥാനിലെ ISI ഏജന്റിന് ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുന്ന ഒരു തെളിവുണ്ടെങ്കിൽ ആ തെളിവ് CBIക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ കേസുകളെല്ലാം വളരെ കൃത്യമായി തെളിയിക്കപ്പെടുമായിരുന്നു. അങ്ങനൊരു തെളിവ് നിങ്ങളുടെ കയ്യിലില്ല. സുഹൃത്തെ, നിങ്ങളുടെ മുൻവിധിയെല്ലാം നിങ്ങളുടെ ഈ ഡയലോഗുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്.
ഞാൻ ഈ പറയുന്ന നമ്പ്യാരനെതിരെ കേസ് എടുത്തിട്ടില്ല, ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ അയാളെ ഇന്ററോഗേറ്റ് ചെയ്തിട്ടില്ല. അല്ലല്ല, താങ്കൾ അറസ്റ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത്. ഇത് സിബി, ഞാൻ കേരള പോലീസിലെ ഇപ്പോൾ അന്വേഷണ വിഷയമായിരിക്കുന്ന വിഷയത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു. താങ്കൾ നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, നമ്പിനാരായണനെ താങ്കൾ മർദ്ദിച്ചിട്ടില്ല, താങ്കളല്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉണ്ടായിരുന്നതൊക്കെ എനിക്കറിയാം. പക്ഷേ മറിയം റഷീദെ അറസ്റ്റ് ചെയ്തത് തുടങ്ങുന്ന ആ ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞല്ലോ ഇത് ചാരക്കേസ് ഒരു ഗൂഢാലോചനയല്ല എന്ന്. എങ്കിൽ അത് ഗൂഢാലോചന അല്ലെന്ന് തെളിയിക്കേണ്ട ഒരു തെളിവ് നമ്മൾ കൊടുക്കണ്ടേ? അതെവിടെ എന്നതാണ് ചോദ്യം. സുഹൃത്തെ, അവരുടെ പേർക്ക് ഓവർ സ്റ്റേലിന് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഞാനല്ല സമർപ്പിച്ചത്, CBI ആണ്. കേസ് ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഓവർ സ്റ്റേലിന് കേസ് ചാർജ് ഷീറ്റ് ചെയ്തത് CBI ആണ്. ഓവർ സ്റ്റേക്കാണ് അവരുടെ പേരിലുള്ള കേസ്. അവരെ ഒരു IS ഏജന്റായിട്ട് ഇവിടെ ആരും ചിത്രീകരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കേസിൻ്റെ അന്വേഷണത്തിൽ 246/1994 കേസിൻ്റെ അന്വേഷണത്തിലാണ് അത്തരം കാര്യങ്ങൾ വന്നത്. ആ കേസ് അന്വേഷിച്ചത് സ്പെഷ്യൽ ടീമാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് മാത്രമാണ് ഞാൻ. കേസ് രജിസ്റ്റർ ചെയ്ത അന്ന് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. എന്നെയാണ് ഈ നമ്പ്യാരായണനും മറ്റു പലരും മാധ്യമങ്ങളും കൂടി ഗൂഢാലോചനയുടെ ഭാഗമാക്കുന്നത്. തെറ്റാണ്, സംഭവമില്ല. എനിക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഓവർ സ്റ്റേയുടെ പേരിൽ മറിയം റഷീദയ്ക്കെതിരെ കേസെടുത്തത് മാത്രമാണ് താങ്കൾക്ക് ഇതിലുള്ള ഇൻവോൾവ്മെന്റ് എന്ന് താങ്കൾ പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ ചാരക്കേസ് ആ അർത്ഥത്തിൽ ഗൂഢാലോചനയല്ലെന്ന് പറയാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കും? താങ്കൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിരുന്നില്ലല്ലോ. സുഹൃത്തെ, ഈ ചാരക്കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. സെക്ഷൻ 3, 4 and 5 എന്നുള്ള സെക്ഷൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ സെക്ഷനാണ് ഒഫൻസ്. അതനുസരിച്ച് ഒരു നോട്ടിഫൈഡ് ഓർഗനൈസേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ അവർ വിദേശികളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ബന്ധപ്പെട്ടാൽ ദേ കമ്മിറ്റഡ് ഒഫൻസസ് അണ്ടർ 3, 4 and 5 ഓഫ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്. ദർ ഇസ് ദ മാറ്റർ. പോലീസ് അവിടെ നിർത്തും. ബാക്കിയുള്ള കാര്യങ്ങൾ IBയുടെയും ബാക്കിയുള്ളവരുടെയും ജോലിയാണ്. പോലീസിന് ഇത്തരത്തിൽ ചുറ്റിക്കളി നടത്തുന്നവരെ എക്സ്പോസ് ചെയ്ത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കുക. ബേർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷനല്ല, അക്യൂഷനാണ്. അവരെ ബയോളജിക്കൽ നീഡാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് അവരാണ് തെളിയിക്കേണ്ടത്. അതാണ് കേസ്. അല്ലാതെ ചാരക്കേസ്, ISRO കേസ്, ഇവിടുന്ന് ക്രയോജനിക് വിദ്യ കൊണ്ടുപോയി, അതൊന്നും കേരള പോലീസിന്റെ വിഷയമല്ല. കേരള പോലീസിന്റെ വിഷയമല്ല അത് തനിക്കാക്കി കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന ഈ വിഷയത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ച് എന്നിട്ട് ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പോലെയാണ് പ്രതികളെ രക്ഷിക്കാനായിട്ട് CBI മറ്റും ഇത്തരത്തിൽ കേസുകൾ അവസാനിപ്പിച്ചത്. ഇവിടെ ക്രയോജനിക് വിദ്യ കടത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യ കടത്തിയോ എന്നല്ല. നോട്ടിഫൈഡ് ഓർഗനൈസേഷനിലെ ഉദ്യോഗസ്ഥന്മാർ വിദേശികളുമായിട്ട് ബന്ധപ്പെട്ടു. എന്തിനു വേണ്ടി? അത് അവർ പറയണം. അതാണ് പോലീസിന്റെ കേസ്. അല്ലാതെ ISRO ചാരം, കനല്, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയ ഗൂഢാലോചന. എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്? ഇൻസ്പെക്ടർ അയാൾക്ക് എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടത്തുന്നത്? അല്ല, ഈ ഓവർ സ്റ്റേ ചെയ്തു മറിയം റഷീദ എന്നുള്ളത് ഫാക്ട്. 2, ശശികുമാറുമായി മറിയം റഷീദയും ഫൗസിയ ഹാസനും ബന്ധപ്പെട്ടു എന്നുള്ളതും ഫാക്ട്. പക്ഷേ നോട്ടിഫൈ ചെയ്ത സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ ഇവരുമായി ബന്ധപ്പെട്ടതിന് പിന്നിൽ വളരെ കാഷ്വലായ ചില പരിചയവും ആ കാഷ്വലായ പരിചയത്തിന്റെ കാര്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഈ പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഈ കേസ് വളർന്നത് എങ്ങനെയാണെന്നുള്ളതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമല്ലാതിരുന്ന താങ്കൾ ഇതിലൊരു കുറ്റകൃത്യം കാണുന്നത് എങ്ങനെയാണ്? അതാണ് എന്റെ ചോദ്യം. ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അംഗമാണ്. പക്ഷേ ഭാഗ്യവശാൽ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അതിൽ നിന്ന് ഔട്ടായി, രോഗം കാരണം. പിന്നീട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ തന്നെ CBIക്ക് മാറിപ്പോയിരുന്നു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടതാണ് ഈ അസുഖം കാരണം. അതിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കാര്യങ്ങളൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും അതിനകത്തില്ല. പങ്കാളിയായിരുന്നില്ല. അങ്ങ് രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ചിക്കൻ പോക്സ് അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. ചിക്കൻ പോക്സ് അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. ഞാൻ മാത്രമാണ് ഈ കേസ് കൊണ്ടു നടന്നിരുന്നെങ്കിൽ എന്ന് എൻ്റെ കാര്യം. ഞാനൊരു ചെറിയ ഉദ്യോഗസ്ഥനല്ലേ? ഒരു IPSകാരനും അതുപോലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും രംഗത്ത് വന്നപ്പോഴത്തേക്ക് ആ കേസ് ആ തലത്തിൽ കണ്ടു. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഇൻസ്പെക്ടറെ റിമാൻഡ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിച്ചതിനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചിക്കൻ പോക്സ് ഒക്കെ അനുഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. എന്റെ സംശയം ഇത് എങ്ങനെയാണ് നമ്പിനാരായണിലേക്ക് ഈ കേസ് എത്തുന്നത് എന്നത് താങ്കൾക്ക് അറിയാമല്ലോ. ഈ നമ്പിനാരായണനിലേക്ക് ഈ കേസ് എത്തുന്നതിന് ആവശ്യമായ എന്ത് തെളിവാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്? കേരള പോലീസിന്റെ കയ്യിൽ ഒരു തെളിവുമില്ലെന്ന് CBI പറയുമ്പോൾ CBI ഒരു കാര്യം കൂടി രഹസ്യ റിപ്പോർട്ടിൽ കൊടുത്ത് താങ്കൾക്കറിയാമല്ലോ. താങ്കളടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ ഇതിലുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം CBI രഹസ്യ റിപ്പോർട്ടിൽ കൊടുത്തു. അതാണ് പിന്നീട് ഈ നയനാർ മന്ത്രിസഭ അംഗീകരിക്കാതെ പോയതും അത് പിന്നീട് മാറ്റിവെച്ചതും പിന്നീട് ആ ഫയൽ അപ്രത്യക്ഷമാവുന്ന കഥയൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ കഥകളാണ്. എൻ്റെ ഒരു സംശയം, ഈ നമ്പിനാരായണന് എതിരായി അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടു എന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നാണ്.
അതിനുശേഷം വന്ന മാധ്യമ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്, തേജോവധം ചെയ്യുന്ന കഥ കണ്ടതാണ്, രാഷ്ട്രീയ കോളിളക്കം കണ്ടതാണ്. അവിടെയാണ് ഇപ്പോഴും അങ്ങ് SPI റിട്ടയർ ചെയ്ത ഒരാളാണ്. അങ്ങേക്ക് അങ്ങയുടെ സർവീസ് ജീവിതത്തിൽ ഉടനീളം പൂച്ചെണ്ടുകൾ കിട്ടി. പക്ഷേ സർവീസ് ജീവിതത്തിൽ പൂച്ചെണ്ടുകൾ കിട്ടേണ്ട ജീവിതത്തെ തച്ചുടച്ച ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു താങ്കൾ ഒരു ദിവസമെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ആവർത്തിച്ചു പറയുന്നത്, സത്യസന്ധമായി അങ്ങ് പറയൂ, ഇതിൽ നമ്പിനാരായണൻ ഈ കേസുമായി എന്ത് ബന്ധമുണ്ടെന്നാണ് ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നത്? താങ്കൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിരുന്നു തുടക്കത്തിൽ, പിന്നീട് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല ചിക്കൻ പോക്സ് വന്നതിനെ തുടർന്ന്. എങ്കിലും താങ്കൾക്കറിയാമെങ്കിൽ അത് പറയൂ. സുഹൃത്തെ, നിങ്ങൾ ഈ പ്രൊഫഷണലിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് LLB ഉള്ളതാണ്. ഞാൻ 90-ൽ LLB കംപ്ലീറ്റ് ചെയ്തതാണ്. സൈബർ ഫോറൻസിക് ഡിപ്ലോമയുള്ള ആളാണ്. ഞാൻ UN പീസ് കീപ്പറായിട്ട് ജോലി ചെയ്തതാണ്. NIA SP ആയിട്ട് ജോലി ചെയ്തതാണ്. നാർക്കോട്ടിക് കൺട്രോൾ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്തതാണ്. നിങ്ങൾ ആരൊക്കെതിരാണ് ഈ അമച്വറിസവും പ്രൊഫഷണലിസം ഇല്ലായ്മയും ആരോപിക്കുന്നത്? CBI പറഞ്ഞതാണ്. CBIയുടെ രഹസ്യ റിപ്പോർട്ടിലുള്ളതാണ് ശ്രീ എസ് വിജയൻ. CBIയോ? CBIയിൽ എത്ര പേരുണ്ട്? CBIയിൽ എന്തൊക്കെ കന്നുകാലിത്തീറ്റ സ്കാൻഡലും മറ്റു കാര്യങ്ങളും ഒക്കെ CBI ഇവിടുത്തെ ഈ രാജ്യത്തെ കോടതികളെ അലക്കി വെളുപ്പിച്ചിട്ടുണ്ട്. അവരുടെ ചരിത്രം എന്താണെന്ന് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഇപ്പോഴത്തെ കാര്യമല്ല. ഇപ്പോഴും വലിയ മെച്ചോണൊന്നും ഇവിടെ ആർക്കും അഭിപ്രായമൊന്നുമില്ല. CBI വലിയൊരു ഓർഗനൈസേഷനാണ്. അതിൽ ചിലർ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ക്വാളിറ്റിയാണ്. അതിൽ കൊള്ളാത്തവരുമുണ്ട്, കൊള്ളുന്നവരുമുണ്ട്. കേരള പോലീസിലും അത് തന്നെ, ഏത് ഏജൻസിയിലും അങ്ങനെ തന്നെ. ഒരു സംഘടന മോശമാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ കേസ് CBIയിൽ കൊള്ളാവുന്ന ഓഫീസറുടെ കയ്യിൽ കിട്ടിയാൽ നീതി നടക്കും. അല്ല, രാഷ്ട്രീയക്കാരുടെ പിണിയാളായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിനകത്ത് നീതി നടക്കില്ല. അത്രയേ ഉള്ളൂ. ഒരു ഏജൻസിയും മോശമാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പിന്നെ ഇവിടെ നമ്പിനാരായണൻ്റെ കേസ്, നമ്പിനാരായണനെ കുറ്റി ഞാൻ എന്ത് പറഞ്ഞാലും അത് ശരിയാവില്ല. കാരണം ഞാൻ നമ്പിനാരായണനെതിരെ കേസ് എടുത്തിട്ടില്ല, ഞാൻ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെയാണ് നമ്പിനാരായണനെ കുറിച്ച് പറയുന്നത്? തെറ്റല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്രയേ ഉള്ളൂ. ഞാൻ നമ്പിനാരായണനെ ആരോപിക്കുന്ന ഗൂഢാലോചനയില്ല, ഞാൻ കക്ഷിയല്ല. അപ്പൊ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു ഗൂഢാലോചനയും ഇതിനകത്തില്ല. സിബി മാത്യു സാറ് പിക്ക് ചെയ്ത ആളാണ്, അല്ലാതെ വലിഞ്ഞു കയറി വന്ന ആളല്ല. അന്നത്തെ DG അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അന്വേഷിക്കേണ്ടതാണ്. ആ ടീമിൽ വന്ന എല്ലാവരെയും അങ്ങനെ അവരുടെ ക്രെഡിബിലിറ്റി അസസ് ചെയ്തിട്ട് ബെസ്റ്റ് ഓഫീസർ എന്ന നിലയ്ക്ക് സെലക്ട് ചെയ്തവരാണ്. അല്ല അത് അവരിവിടെ വന്നിട്ട് ഗൂഢാലോചന നടത്താൻ വന്നവരല്ല. ഗൂഢാലോചന ഇവിടെ ആരും നടത്തിയിട്ടില്ല. ഒരു ഗൂഢാലോചനയില്ല. ശരിക്കും ഒരു സംഭവത്തെ പറ്റി അന്വേഷിക്കാനായിട്ട് അന്നത്തെ DGP മധുസൂദൻ സാറും ബാക്കിയുള്ളവരും കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ടീമാണ്. ആ ടീം വളരെ നന്നായിട്ട് അന്വേഷിച്ചു. എന്നിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കേസെടുത്ത ഈ ടീം അംഗങ്ങൾ എല്ലാവരും കൂടി CBI എടുത്തു കൊടുക്കുന്ന? ഒരിക്കലുമില്ല. അങ്ങനെ ഗൂഢാലോചന നടത്തി കുക്കപ്പ് ചെയ്ത കേസാണെങ്കിൽ ഞങ്ങൾ തന്നെ അത് ഫിനിഷ് ചെയ്യും. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ നിങ്ങൾക്ക് കേസെടുക്കാൻ കഴിയില്ലല്ലോ ശ്രീ എസ് വിജയൻ. അത് കേസെടുക്കേണ്ടത് കേന്ദ്ര ഏജൻസിയാണ്. ആ 246 എന്ന ആ കേസ് വന്ന ഘട്ടത്തിൽ അവിടെയാണ് കേരള പോലീസിന്റെ പരിമിതി നിങ്ങൾ മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയ ഘട്ടത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ നിങ്ങൾ CBIക്ക് കൊടുത്തു. അങ്ങനെയൊന്നുമല്ല സുഹൃത്തെ, അത് ക്വാഷ് ചെയ്തില്ലല്ലോ. തുടരന്വേഷണം കേരള ഹൈക്കോടതി ശരിവെക്കുകയല്ലേ ചെയ്തത്. സുപ്രീം കോടതി തള്ളിയില്ലേ? 94 എന്നുള്ള പറയുന്ന കേസ് സുപ്രീം കോടതി തള്ളിയത് എന്താണ്? സുപ്രീം കോടതി തള്ളിയത് കേരള ഗവൺമെന്റിന് കൊടുത്ത കൺസെന്റ് വിഡ്രാ ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മാലഫൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെന്റിന് കൊടുത്ത ശിക്ഷ. ഇതൊക്കെ ശരിയാണ്. ഇതൊന്നും നിയമപരമായി ഒരിടത്ത് നിന്നില്ലെന്ന് മാത്രമല്ല, എന്റെ ആവർത്തിച്ചുള്ള ചോദ്യം ശ്രീ എസ് വിജയൻ, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 50 ദിവസത്തോളം ഈ റിമാൻഡിൽ ഈ നമ്പിനാരായണനെ സൂക്ഷിക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യമുണ്ടല്ലോ, അത് നിയമത്തിന് മുന്നിൽ കൃത്യമായി തെളിയിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ അന്വേഷണ സംഘം അതിനുശേഷം CBIക്ക് കേസ് വിടുമ്പോൾ ആ രേഖകൾ പോലും CBIക്ക് കൃത്യമായി കൊടുത്ത് അത് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി. അതുകൊണ്ടാണല്ലോ ഈ കേസ് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കൊടുക്കാം. ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് പോലും ഈ കേരള പോലീസിന് കൊടുക്കാവുന്നതല്ലേ? എത്രയോ സോഴ്സുകൾ പുറത്തേക്ക് വിടുന്നു, എത്രയോ അന്വേഷണ ഏജൻസികൾ. ഈ ഘട്ടം, ഈ നിമിഷം വരെയും കൺവിൻസിംഗ് ആയ ഒരു സാധനം പോലും മാധ്യമങ്ങൾക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ചോർന്ന് കിട്ടിയതാകട്ടെ അപസർപ്പക കഥകളുമാണ്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അന്വേഷണം നിങ്ങളിലേക്ക് തിരിയുന്നു എന്നത് വരുമ്പോൾ ചില ആളുകൾ സംശയിക്കുന്നത് ഇത് ഗൂഢാലോചനയാണോ എന്ന്. ഇത് ഗൂഢാലോചനയല്ല എന്ന് പറയാൻ ഒരു കാരണം വേണമല്ലോ. ആ കാരണം എന്താണ് ശ്രീ എസ് വിജയൻ? മിസ്റ്റർ അരുൺ, നിങ്ങൾക്ക് വീണ്ടും തെറ്റി. 15/11 ഈ കേസ് കേരള പോലീസ് ഈ സ്പെഷ്യൽ ടീം ഏറ്റെടുത്തത്. അത് കഴിഞ്ഞിട്ട് ആ മാസത്തിന്റെ അവസാനം നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്ത ശേഷം ഒരു 15-16 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കേസിന്റെ അന്വേഷണം CBIയിൽ എത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഡിറ്റൻഷന് CBI ആണ് കുറ്റക്കാർ. അത് മനസ്സിലാക്കാതെ അല്ലല്ല, ഈ നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്യുന്നത് കേരള പോലീസ് ആണല്ലോ.
നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്യാൻ എത്തുന്ന കേരള പോലീസ് ഞാൻ മനസ്സിലാക്കുന്നത് വഞ്ചൂർ പോലീസ് ആണെന്നാണ്. ആ വഞ്ചൂർ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് അല്ലല്ല 30/11 ശരിയല്ല 30/11/1994 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. 2-ാം തീയതി, അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് കേസ് CBIക്ക് പോയി. അതെ, CBIക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ കേസ് CBIക്ക് പോയി. അല്ല, ഈ നവംബർ മാസം 30-ാം തീയതി 1994 ഈ നമ്പിനാരായണനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് കേരള പോലീസാണോ അതല്ല CBIയുടെ ഉത്തരവ് പ്രകാരമാണ്? കേരള പോലീസിൽ ഒരു ഡിവൈഎസ്പി ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ട്? അതാണ് കേരള പോലീസിൽ ഒരു ഡിവൈഎസ്പി ആണ്. എന്തുകൊണ്ട്? അത് എന്തിനു അറസ്റ്റ് ചെയ്തു എന്നതാണല്ലോ ചോദ്യം. അത് എങ്ങനെയാണ് CBIയുടെ മുകളിൽ പോകുന്നത്? നമ്മുടെ CBIയുടെ മുകളിലല്ല, അവിടെ ഒരാളെ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങൾ CRPC 41 പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തിട്ട് നമ്പ്യാരായണൻ പറയുന്ന പോലെ അയാൾ ഉരുട്ടുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ആപ്പാടെ സുകുമാരൻ ഡോക്ടർ ചികിത്സിച്ചത് 2 ഗുളികയും നിസ്സാരമായിട്ടാണ് ശ്രീ എസ് വിജയൻ അങ്ങ് ഇത് പറയുന്നത്. ഇത്രയധികം ഒഫീഷ്യൽ ട്രെയിനിങ് ലഭിച്ച, മികച്ച ശാസ്ത്ര വൈദഗ്ധ്യം ലഭിച്ച ഒരു ശാസ്ത്രജ്ഞനെ ഈ കേസിൽ നിരപരാധി എന്ന് സുപ്രീം കോടതി ഇപ്പോൾ കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയാണ് അങ്ങ് ഇപ്പോൾ ന്യായീകരിക്കുന്നത്. നിങ്ങൾ വാക്കുകൾ കൊണ്ട് പകടയാടുകയാണ്, പകട കളിക്കുകയാണ്. നമ്പിനാരായണൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റ ഉപദ്രവവും അതിന് കിട്ടിയ ചികിത്സയും ഡോക്ടർ സുകുമാരൻ എന്ത് ചികിത്സയാണ് നടത്തിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശാസ്ത്ര പരീക്ഷണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് തോറ്റതിനൊക്കെ 3 പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്, 3 തോറ്റു. അതിന് കാരണം അദ്ദേഹക്കാരനല്ല, അദ്ദേഹത്തെ സഹായിച്ചല്ല. അദ്ദേഹത്തിന്റെ ശാസ്ത്ര വൈദഗ്ധ്യം ശ്രീ എസ് വിജയന് നിശ്ചയിക്കാവുന്നതുമല്ല. അത് നിശ്ചയിക്കേണ്ട ഏജൻസി ISROയും ശാസ്ത്ര സമൂഹവുമാണ്. അത് അവർ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാനോ അങ്ങോ നിശ്ചയിക്കേണ്ടതല്ല ശ്രീ എസ് വിജയൻ. പക്ഷേ അദ്ദേഹം നാസയിൽ നിന്ന് എന്ത് പഠിച്ചു, അദ്ദേഹം വിദേശ സർവകലാശാലയിൽ നിന്ന് എന്താണ് പഠിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങയുടെ മുന്നിലുണ്ടല്ലോ. അങ്ങ് LLB എടുത്തതുപോലെ തന്നെയാണ് അതിനേക്കാൾ മികച്ച സ്ഥാപനത്തിൽ നിന്ന് ഇദ്ദേഹം ശാസ്ത്ര പഠനം പൂർത്തിയാക്കി വന്നതും. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ തർക്കിച്ച കാര്യമില്ല. എനിക്കറിയേണ്ട ഒരേ ഒരു പ്രശ്നം, ഇത് ഗൂഢാലോചനയല്ല, നമ്പിനാരായണൻ ഇതിൽ കുറ്റക്കാരനാണ് എന്ന് കേരള പോലീസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായ ഒരു തെളിവ് അതെന്തായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. ആ തെളിവില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു അറസ്റ്റ് ചെയ്തത്? അത്ര മാത്രമേ ഉള്ളൂ. മിസ്റ്റർ അരുൺ, നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തിന്റെ ചരിത്രം. മധുരയിൽ ഒരു പഞ്ചസാര ഫാക്ടറി ജോലി ചെയ്തിരുന്ന ആളാ. ഇവിടെ തുമ്പയില് ഈ ISRO തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒന്ന് ജോയിൻ ചെയ്തതാണ്. അന്ന് നമ്മുടെ മഹാനായ പ്രസിഡന്റ് ഒക്കെ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് 7-8 സർവീസ് ഉള്ളപ്പോൾ അവിടെ വന്ന് ജോയിൻ ചെയ്തതാണ്. അദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടിയ വിക്രികളൊക്കെ അതിനകത്ത് അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം മഹാനാണ്, പുറത്തു പോയി പഠിച്ചത്. യെസ്, ഇവിടുന്ന് അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ, വിക്രം സാരാഭായിയുടെ കെയർ ഓഫിൽ അദ്ദേഹം പോയി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതൊക്കെ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് ഉണ്ട്. സർവീസ് ബുക്കിന്റെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ മഹാനാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ആ രേഖകളും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ ACRൽ മുത്തുനായികം എന്ന സീനിയർ സയന്റിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ എന്താണെന്ന്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് അദ്ദേഹം ഇതിന്ന് രാജിവെച്ച് പോകാൻ തീരുമാനിച്ച ലെറ്റർ എഴുതി കൊടുത്തയാളാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. ലെറ്റർ എഴുതി കൊടുത്തയാളാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളെ റിലീവ് ചെയ്യണമെന്ന് മുത്തുനായികം ആ പേപ്പറിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ആ രേഖ ട്രിവാൻഡ്രത്തെ സബ് കോടതിയിൽ അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ നാസ ഫെലോഷിപ്പ് കിട്ടണമെങ്കിൽ അതിന് വേണ്ടുന്ന മിനിമം യോഗ്യത എന്താണെന്ന് അറിയാമോ ശ്രീ എസ് വിജയൻ? അറിയാം. അത് നമ്മുടെ വിക്രം സാരാഭായ് ഇവിടുന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് അങ്ങോട്ട് വിട്ടതാണ്. വിക്രം സാരാഭായ് എവിടെ നിൽക്കുന്നു? ഈ നമ്പ്യാരായണൻ എവിടെ നിൽക്കുന്നു? അദ്ദേഹത്തിന്റെ സർവീസിന്റെ ആരംഭകാലത്ത് കുറെ പേര് ഈ പറയുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ അയച്ച ഞാൻ ഒരു കാരണവശാലും നമ്പിനാരായണൻ എന്ന ഇപ്പോൾ സുപ്രീം കോടതി കൃത്യമായിട്ടും എക്സോണറേറ്റ് ചെയ്തിരിക്കുന്ന, കേരളം ആദരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അപവാദ പ്രചരണത്തിനും ഈ മാധ്യമം ഉപയോഗിക്കാൻ അങ്ങനെ അനുവദിക്കില്ല. മാത്രവുമല്ല, ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് ഈ പറയുന്ന ലിക്വിഡ് പ്രൊപ്പൽഷൻ ടെക്നോളജിയിൽ ഈ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങിയ, അതും നാസ ഫെലോഷിപ്പോട് കൂടി കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങിയ നമ്പിനാരായണൻ ഒരു സബ്സ്റ്റാൻഡേർഡായ ശാസ്ത്രജ്ഞനാണ് എന്ന വാദത്തെ ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ കഴിയില്ല. ക്ഷമാപൂർവ്വം പറയട്ടെ. ഒറ്റ കാര്യം കൂടി എനിക്ക്, ഞാനും അങ്ങയും തമ്മിലുള്ള സംഭാഷണം തുടരുന്നതിനിടയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അങ്ങ് വീണ്ടും സ്കിപ്പ് ചെയ്തു പോകുന്നു. ഈ നമ്പിനാരായണനെ ഈ കേസിൽ ബന്ധപ്പെടുത്താവുന്ന എന്തു ലിങ്കാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയത്? ഒരു സോളിഡ് പ്രൂഫ്. സുഹൃത്തെ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കേസെടുത്തില്ല, അദ്ദേഹത്തെ ഇൻട്രോഗേറ്റ് ചെയ്തില്ല, അറസ്റ്റ് ചെയ്തില്ല. ആ ടീമിലില്ലാത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ ടീമിലില്ലാത്ത അങ്ങ് അത് ഗൂഢാലോചന അല്ലെന്ന് പറയുന്നത് എങ്ങനെയാണ് ശ്രീ എസ് വിജയൻ?
തുടക്കം എന്നിലാണല്ലോ ഗൂഢാലോചന. ഞാനാണല്ലോ കേസെടുത്തത്. എനിക്കറിയാമല്ലോ. ഞാൻ കേസെടുത്തു. ഞാൻ ഒരു ഘട്ടത്തിൽ ആശുപത്രിയിലാകുന്നു. അതിനുശേഷം രൂപീകരിച്ച ടീമിൽ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ വന്നുപെട്ട കുറേ ഓഫീസർമാരുണ്ട്. അവർ ഞാനും നേരത്തെ യാതൊരു പരിചയമില്ലല്ലോ. കൺസെൻസസ് ഓഫ് മൈൻഡ്. അവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? ഞാനുമായിട്ടല്ലേ നടത്തണ്ട? ഞാനല്ലേ കേസെടുത്തത്? ഞാനുമായിട്ടല്ലേ ആദ്യമായിട്ട് ഗൂഢാലോചന നടത്തണ്ടേ? എഫ്ഐആർ ഞാനല്ലേ? അപ്പോൾ ഞാൻ വഴിയല്ലേ ആദ്യത്തെ. അതാണ് ഞാൻ ചോദിച്ചത്. നമ്പി നാരായണനിലേക്ക് ഈ കേസ് എത്തുമ്പോൾ അങ്ങ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമല്ലല്ലോ, അങ്ങ് ആശുപത്രിയിലല്ലേ? ഞാൻ അതിൽ മെമ്പറാണ്. ഞാൻ ആശുപത്രിയിലാണ്, പക്ഷെ ഞാൻ മെമ്പറാണ്. അതിനുശേഷവും ഞാൻ തിരിച്ചല്ലേ വരുന്നത്. അപ്പോഴത്തേക്ക് കേസ് മാറിപ്പോയി. പിന്നെ എന്തൊക്കെ വർക്കുണ്ട്? അതാണ് എന്റെ സംശയം. അതാണ് അങ്ങേക്ക് ആ കേസുമായി ബന്ധപ്പെട്ട നമ്പി നാരായണനെ എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ളതിന് അങ്ങേക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്ന ഒരു തെളിവ് അങ്ങയുടെ കയ്യിൽ ഉണ്ടോ എന്നാണ് എന്റെ സംശയം. ഞാൻ പറയാൻ പാടില്ല അറിയാമെങ്കിൽ കൂടി. കാരണം ഞാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ ഇന്റർഗേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അദ്ദേഹത്തിന്റെ സമിതിയുടെ ഭാഗമായിട്ട് CBI അന്വേഷണം വരുമ്പോൾ CBI ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. അത് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പൊതുസമൂഹത്തിൽ ഇപ്പോഴും നമ്പി നാരായണനെ എക്സോണറേറ്റ് ചെയ്ത് നിൽക്കുകയും ഗൂഢാലോചനയുണ്ട് എന്നൊരു കേസ് സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ചോദിച്ചുവെന്നേ ഉള്ളൂ. ശ്രീ എസ് വിജയൻ, താങ്കൾ മറ്റുള്ള പാനലിസ്റ്റുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നറിയിച്ചതിൽ ഞാൻ അത് നിർബന്ധിക്കുന്നില്ല താങ്കളെ. എനിക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകണം. അങ്ങേക്ക് പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ ഒരു വാചകത്തിൽ അങ്ങേക്ക് പറഞ്ഞു തീർക്കാം. അങ്ങേക്ക് തുടരണമെങ്കിൽ ചർച്ചയിൽ തുടരാം. അത് അങ്ങയുടെ ഫ്രീ വില്ലാണ്. പക്ഷേ അങ്ങയുടെ അവകാശത്തെ ഞാൻ ഹനിക്കുന്നില്ല. അങ്ങ് പറഞ്ഞൊരു വാക്ക്, ഞാൻ തന്ന വാക്കനുസരിച്ച് അങ്ങേ പാനലിസ്റ്റുകളോടൊപ്പം ചർച്ചയ്ക്ക് വിളിക്കുന്നുമില്ല. പക്ഷേ എങ്കിലും അങ്ങേക്ക് പറഞ്ഞു തീർക്കാൻ ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇത് ഗൂഢാലോചനയല്ല എന്നതിന് എന്ത് തെളിവാണ് താങ്കളുടെ കയ്യിലുള്ളത് എന്നാണ്. അരുൺ, നിങ്ങൾ കുറേ വാക്കുകളുണ്ട്, അമ്മാനമാടുന്നുണ്ട്. ജെയിൻ കമ്മിറ്റി ആരെയും സുപ്രീം കോടതി എക്സോണറേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഡിസ്ചാർജ് റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊടുക്കുന്നത്. സുപ്രീം കോടതിയിൽ വന്ന മാറ്റർ ഒരു 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 കൺസെൻറ്റ് കൊടുത്ത കേസിൽ അത് കൺസെൻറ്റ് വിഡ്രോ ചെയ്യാൻ അവകാശമുണ്ടോ എന്നുള്ള മാറ്റർ മാത്രമാണ്. അല്ലാതെ സുപ്രീം കോടതി മറ്റൊരു കാര്യവും പരിഗണിച്ചിട്ടില്ല. ഈ കേസിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ മുമ്പേ വന്ന വിവരം അതിൻ്റെ നഷ്ടപരിഹാരവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. കേസിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അല്ലെങ്കിൽ മറ്റൊരു കോടതിയിൽ ട്രയൽ രൂപത്തിൽ വരേണ്ട ഒരു സംഭവം നാളെ ഇതുവരെ ഒരു ട്രയൽ നടന്നിട്ടില്ല. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് എക്സോണറേഷനും കിട്ടിയിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഡിസ്ചാർജ് പെറ്റീഷനാണ് ഇവരെ പ്രതിസ്ഥാനത്തു നിന്ന് ഒഴിവാക്കിക്കൊണ്ട് CBI കൊടുത്ത റിപ്പോർട്ട് മാത്രമാണുള്ളത്. അല്ലാതെ ഇദ്ദേഹത്തെ നിരപരാധിയാണെന്ന് ആരും പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ പ്രഖ്യാപിക്കാനും പറ്റില്ല. അങ്ങനെ പ്രഖ്യാപിക്കാൻ ഒരു അക്വിറ്റൽ കൊടുക്കാനുള്ള അധികാരം വിചാരണ കോടതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോഴെങ്കിലും നമ്മുടെ ഈ ചർച്ച ഇവിടെ നിൽക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. ഞാൻ ഒരു ഗൂഢാലോചനയിലും ഭംഗിയല്ല. കേരള പോലീസോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരോ യാതൊരു തരത്തിലുള്ള ഗൂഢാലോചനയും ആരുമായിട്ടും നടത്തിയിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഈ കേസ് CBIക്ക് കൊടുക്കത്തില്ലായിരുന്നു. ഞങ്ങൾ തന്നെ ഇത് ഡിസ്പോസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് യാതൊരു ദുരുദ്ദേശവും ഇല്ല. CBI ഒരു വെൽ എക്വിപ്ഡ് ഏജൻസിയാണെന്നും പറഞ്ഞിട്ട് കൊടുത്തതാണ്. പക്ഷേ അത് തിരിഞ്ഞുകുത്തി, അത്രയേ ഉള്ളൂ. താങ്ക് യു ശ്രീ എസ് വിജയൻ. താങ്കൾക്ക് ഈ ചർച്ചയിൽ തുടരണമെങ്കിൽ തുടരാം. അത് താങ്കളുടെ ഫ്രീ വില്ലിന് വിടുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനിലേക്ക് വളരെ വേഗം വന്നു പോയാൽ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, താങ്കൾ നമ്പി നാരായണന്റെ അഡ്വക്കേറ്റ് ആയിരുന്നു. ഇപ്പോൾ ശ്രീ എസ് വിജയൻ പറഞ്ഞതിലൂടെ താങ്കൾ പ്രതികരിക്കാം. അതിൽ ആദ്യത്തേത്, ഇതിൽ നമ്പി നാരായണനെ നിരപരാധിയാക്കിയിട്ടൊന്നുമില്ല. ഈ കേസിൽ ഇതൊരു അക്യൂറ്റൽ അല്ല. ഇത് ഈ കേസിലെ ഒരു സ്ക്വാഷ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നത് മാത്രമാണ്. ഒരു കൺസെൻറ്റുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി സ്ക്വാഷ് ചെയ്തിരിക്കുന്നു എന്നാണ് എസ് വിജയൻ പറയുന്നത്. അതിനോടുള്ളൊരു പ്രതികരണത്തിൽ തുടങ്ങാം. ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് താങ്കൾ അടക്കം വാദം ഉന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ DK ജെയിൻ അന്വേഷണ സമിതി എത്തുന്നതും. പക്ഷേ DK ജെയിൻ ഇവരുടെ ആരുടെയും മൊഴി എടുക്കാതെയാണ് ഇങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് എസ് വിജയൻ പറയുന്നുണ്ടെങ്കിൽ അതും ആ അർത്ഥത്തിൽ ഗുരുതരമായൊരു പ്രശ്നമല്ലേ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ? അല്ല, ഇതിനകത്ത് DK ജെയിൻ കമ്മിറ്റിയെ സുപ്രീം കോടതി വെച്ചത് എന്ത് നടപടി ഇവർക്കെതിരെ എടുക്കണം എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് വോളമിനസ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് കേരള പോലീസ് ഉണ്ടാക്കിയ അവരുടെ CD, ഒരുപാട് വോളമിനസ് ഡോക്യുമെൻറ്റ്സ്, അതുകൂടാതെ IBയുടെ ഇൻട്രോഗേഷൻ റിപ്പോർട്ട്സ്, അതിനുശേഷം CBIയുടെ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ 1.5 കൊല്ലത്ത്, അതെല്ലാം കൂടെ പരിശോധിച്ചിട്ട് വേണം ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അവർ ഇതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, അവർ മറ്റെന്തെങ്കിലും കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇദ്ദേഹത്തിന് ഈ 6 പ്രതികളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം എന്ത് നടപടിയെടുക്കണം എന്നതിനെക്കുറിച്ച് സുപ്രീം കോടതിക്ക് സമയമില്ല അത്രയും കൂടുതൽ ഡോക്യുമെൻറ്റ്സ് നോക്കാൻ.
അതുകൊണ്ടാണ് ഈ കമ്മിറ്റിയെ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ദ വേസ് ആൻഡ് മീൻസ് ആൻഡ് വാട്ട് ആക്ഷൻ ഈസ് ടു ബി ടേക്കൺ അഗൻസ്റ്റ് ദീസ് എറിംഗ് ഒഫീഷ്യൽസ് എന്നാണ് കോടതി അതിനകത്ത് ഉത്തരവ്. അത് എല്ലാവരെയും കേട്ടിട്ടൊന്നും തീരുമാനിക്കണമെന്നില്ല. ബിക്കോസ് എൻറ്റയർ ഡോക്യുമെൻറ്റ്സ് CBIയുടെ കസ്റ്റഡിയിലുണ്ട്. ആദ്യം മുതൽ കേരള പോലീസിൻ്റെ CD ഉൾപ്പെടെ CBIയുടെ കസ്റ്റഡിയിലുണ്ട്. അവരതെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ സുപ്രീം കോടതി വിധി, പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ വിധി, CBI റിപ്പോർട്ട് എല്ലാം പരിശോധനയ്ക്ക് ശേഷമാണ് അവരൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അത് CBIക്ക് എന്തിന്, അതായത് CBIയുടെ 96 ക്ലോഷർ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്പി നാരായണനോ ബാക്കിയുള്ളവരോ കുറ്റം ചെയ്തില്ല എന്നല്ല പറയുന്നത്, ഇതൊരു ഫാൾസ് കേസാണെന്നാണ് പറയുന്നത്. അതായത് ഒരു കള്ള കേസ്, കള്ള സ്റ്റോറി മെനഞ്ഞുണ്ടാക്കുകയാണ് കേരള പോലീസിൻ്റെ CDയിലും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അവരുടെ ഇൻട്രോഗേഷൻ റിപ്പോർട്ട്സിനകത്തും എല്ലാം ഉള്ളത്. അപ്പോൾ ആ സംഗതികളെല്ലാം തലനാരിഴ കയറി പരിശോധിച്ചു. ഇൻ്റർപോളിൻ്റെ സഹായം തേടി CBI മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് CBI 1.5 കൊല്ലത്തെ ഇൻവെസ്റ്റിഗേഷന് ശേഷം ക്ലോഷർ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു. ആ ക്ലോഷർ റിപ്പോർട്ട് ഫയൽ ചെയ്തപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, CBIക്ക് കൊടുത്ത ആ കൺസെൻറ്റ് പിൻവലിക്കണം കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ റീ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ നടത്തിക്കോളാം, കേരള പോലീസ് നടത്തി കുറ്റക്കാരെ കണ്ടുപിടിച്ചോളാം, CBI വേണ്ട, CBIയുടെ ക്ലോഷർ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ രണ്ടാമതൊരു ഇൻവെസ്റ്റിഗേഷൻ ഇട്ടതാണ് ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി ഈ കംപ്ലീറ്റ് റിപ്പോർട്ടും CBIയുടെ ക്ലോഷർ റിപ്പോർട്ട് ഓരോ പേജ് വൈസായിട്ട് പരിശോധിച്ചിട്ട് സുപ്രീം കോടതി അന്ന് ജസ്റ്റിസ് മുഖർജി ആയിരുന്നു, അദ്ദേഹം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ഈ 100 ചില്ലുവാനം പേജുള്ള ക്ലോഷർ റിപ്പോർട്ട് എല്ലാം കൃത്യമായിട്ട് CBI അന്വേഷിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു ഫാൾസ് കേസാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കേസ് വീണ്ടും റീ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കേരള പോലീസിനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് അത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച അനുസരിക്കുന്ന ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട പ്രവൃത്തിയല്ല, ഇത് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് ആ നോട്ടിഫിക്കേഷൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നോട്ടിഫിക്കേഷൻ ക്വാഷ് ചെയ്യുകയും അന്ന് ഓരോ 6 പ്രതികളാക്കപ്പെട്ട 6 പേർക്കും 98-ലെ ജഡ്ജ്മെൻറ്റിൽ ഓരോ ലക്ഷം രൂപ അന്ന് 98-ലാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്, 96-ലാണ് CBIയുടെ ക്ലോഷർ റിപ്പോർട്ട്. 98-ലെ ജഡ്ജ്മെന്റിൽ ഓരോ ലക്ഷം രൂപ അവർക്ക് കോസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സീൽ ചെയ്തു. അതായത് ഫാൾസ് കേസാണ് കേരള പോലീസും IBയും കൂടെ രജിസ്റ്റർ ചെയ്തതെന്ന് കണ്ടെത്തി ക്ലോസ് ചെയ്ത കേസാണ്. അതിനുശേഷമാണ് CBI ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഓരോരുത്തരുടെയും ലാപ്സസും അൺപ്രൊഫഷണലിസവും എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ അത് സംബന്ധിച്ചു, അത് CBI കൊടുക്കുന്നു, അത് സംസ്ഥാന സർക്കാർ പരിഗണനയ്ക്ക് എടുക്കാമെന്ന് നയനാർ സർക്കാർ പറയുന്നു, സുപ്രീം കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. പിന്നീട് നയനാർ സർക്കാർ തന്നെ അതിന്മേൽ ആക്ഷൻ എടുക്കുന്നില്ല. ആ ഫയൽ എവിടെ പോയി എന്ന് ഇപ്പോഴും ആർക്കും വ്യക്തവുമല്ല. പക്ഷേ എനിക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഗൂഢാലോചന എന്ന തരത്തിലേക്ക് ഒരു ക്രിമിനൽ ഒഫൻസിലേക്ക് മാറ്റുമ്പോൾ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മുറയിൽ നമ്മുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ച S. വിജയൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹം ഈ മറിയം റഷീദയുടെ ഓവർ സ്റ്റേയുമായി ബന്ധപ്പെട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് ഒരു കേസെടുത്തു. അതിനുശേഷം അദ്ദേഹം ഈ കേസിൽ നേരിട്ട് ഇടപെടുന്നില്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി നിൽക്കുന്നു. ഇനി ഇത് ഈ കേസ് അന്വേഷിച്ച സിബി മാത്യു ആവട്ടെ, ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ചില ആളുകളിലേക്ക് അറസ്റ്റ് ഒരു ശിക്ഷയല്ലെന്ന് താങ്കൾക്ക് അറിയാമല്ലോ, ആ ഘട്ടത്തിൽ പോലും ചോദ്യം ചെയ്യുന്നു. മർദ്ദിച്ചു എന്ന് കേരള പോലീസിനെതിരെയും ഒരു ആക്ഷേപമില്ല. ഇതൊരു ക്രിമിനൽ ഒഫൻസായി കണ്ട് ഒരു ഗൂഢാലോചന എന്ന രീതിയിൽ ഇതിനെ ചിത്രീകരിച്ച് ഈ അന്വേഷണം ഇതിലേക്ക് എത്തുമ്പോൾ അത് സ്വാഭാവികമായും ഉദ്യോഗസ്ഥരുടെ മുറയിലെ ബാധിക്കില്ലേ? അല്ല, അതിനകത്തുള്ള 1-2 ഇൻസ്റ്റൻസസ് ഞാൻ പറയാം. ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിനകത്ത് സെക്ഷൻ 13(3) പറയുന്നത് ഇത് ISROയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ കംപ്ലൈൻറ്റ് പ്രകാരം എടുക്കേണ്ട ഒരു കേസാണ്. ഇത് അറിഞ്ഞുകൂടാത്ത ആളുകളാണോ ഇവിടുത്തെ IPS ഓഫീസറും പോലീസ് ഓഫീസറും? അതൊരു കാര്യം. അദ്ദേഹം ജെയിൻ കമ്മിറ്റി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ S. വിജയൻ. അദ്ദേഹം എന്തുകൊണ്ട് അത് നോക്കാതെ അങ്ങനെ ഒരു FIR രജിസ്റ്റർ ചെയ്തു? പോട്ടെ, FIR രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് 15/11 ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം
ഇത് അന്വേഷിക്കുന്നു, അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കുന്നു. അവർ 30/11 ഒരു ലെറ്റർ തയ്യാറാക്കി DGPക്ക് കൊടുക്കുന്നു. ഇത് CBIയെ എൻട്രസ്റ്റ് ചെയ്യണം. 30/11 നവംബർ 30 നവംബർ 30 അങ്ങനെ ഒരു ലെറ്റർ ഒപ്പിടണമെങ്കിൽ അത് നവംബർ 29 തയ്യാറാക്കിയിരിക്കണം. എന്നിട്ട് 30 വൈകിട്ട് 4 മണിക്ക് ഇത് അവർ തീരുമാനിച്ചല്ലോ, തത്വത്തിൽ ഇത് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന്. ഞങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് തീരുമാനിച്ചല്ലോ. 30 ലെറ്റർ പ്രകാരം 30 വൈകിട്ട് 4 മണിക്ക് എന്തിനും നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്യണം? അതും അദ്ദേഹത്തിൻ്റെ ഓഫീസോ അദ്ദേഹത്തിൻ്റെ വീടോ റെയ്ഡ് ചെയ്യുകയോ എന്തെങ്കിലും ഒരു അല്പമെങ്കിലും എന്തെങ്കിലും ഒരു എവിഡൻസ് കളക്ട് ചെയ്യാതെ ആരെങ്കിലും ചെയ്യുമോ? സുപ്രീം കോടതി ജോഗീന്ദർ സിംഗിന്റെ കേസിനകത്തും അങ്ങനെ പല കേസിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു നിമിഷം ശ്രീ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, നമുക്കൊപ്പം ശ്രീ നമ്പി നാരായണൻ തന്നെ നേരിട്ട് തത്സമയം ചേരുന്നുണ്ട്. 1/4 നൂറ്റാണ്ടിനു ശേഷം ചാരക്കേസ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നീതി ലഭിക്കുക നമ്പി നാരായണനു മാത്രമാണോ അതല്ല ലീഡർ K. കരുണാകരൻ്റെ ആത്മാവിനു കൂടിയാണോ എന്നാണ്. അതിനു മുൻപ് നമ്പി നാരായണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ നമ്പി നാരായണൻ, ഞാൻ അങ്ങയുടെ ഓർമ്മയുടെ ഭ്രമണപഥം ഒരിക്കൽ കൂടി വായിക്കുകയായിരുന്നു. അത് അങ്ങ് അവസാനിപ്പിക്കുന്ന വാചകം ഇങ്ങനെയാണ്: പക്ഷേ സത്യത്തിന് ഒരു നാൾ പുറത്തു വരാതെ സാധിക്കില്ലല്ലോ. കാലമുണക്കാത്ത മുറിവുകളില്ല, കാലം തെളിയിക്കാത്ത തെറ്റുകളും. അങ്ങ് ഏറെക്കാലം മുമ്പ് ഈ വാചകങ്ങൾ കുറിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി CBI നിയുക്തമാക്കുമെന്നോ ഏതെങ്കിലും അന്വേഷണ ഏജൻസി വരുമെന്നോ അങ്ങ് കരുതിയിട്ടുണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ്. പക്ഷേ എങ്കിലും ഈ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്ന ഒരു ആത്മവിശ്വാസവും ഒരാശ്വാസവും ഇപ്പോൾ ഒന്നുകൂടി ആലോചിച്ചാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊറയിലിനെ ഈ അന്വേഷണം ബാധിക്കുമെന്ന ഒരു സംശയം താങ്കൾക്കുണ്ടാകാനിടയുണ്ടോ? താങ്കൾക്ക് നീതി ലഭിച്ചു, ഒരു ഘട്ടത്തിനു ശേഷം താങ്കൾക്ക് കോമ്പൻസേഷൻ ലഭിച്ചു. പക്ഷേ ഈ ഉദ്യോഗസ്ഥരിലേക്ക് ഇനി CBI വീണ്ടും അന്വേഷണം എത്തിക്കുമ്പോൾ അവരുടെ മൊറയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത അതങ്ങ് കാണുന്നുണ്ടോ? അവരുടെ മൊറാൽ നഷ്ടപ്പെടും എന്ന് തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് നമ്മൾ എൻക്വയറി ചെയ്യേണ്ട, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട, അങ്ങനെ വിട്ടേക്കാമെന്നാണ്. അന്വേഷിക്കണം തീർച്ചയായും. പക്ഷേ ഇതിൽ കേരള പോലീസിൻ്റെ റോൾ ഈ 2 ദിവസം അങ്ങേ അറസ്റ്റ് ചെയ്തു, ഈ മെയ് 2 CBI ഏറ്റെടുക്കുന്നത് വരെ അറസ്റ്റ് ചെയ്തു എന്നൊരൊറ്റ പോയിന്റിൽ മാത്രമാണോ ശ്രീ നമ്പി നാരായണൻ? I was under the impression that we are going to discuss about the aftermath of Jain's committee's submission. Exactly. അത് തന്നെയാണ്. അതിൽ കേരള പോലീസും ഇന്റലിജൻസ് ബ്യൂറോ. We are now going back. No, we are going back into 1994, November 30th. Now I only wish that please don't open that when I was arrested, who arrested me, and what was my mental attitude at that time, what kind of tortures I have gone through, whether somebody hit me on my nose or head. ഇല്ല, ഞാൻ ചോദിക്കില്ല. If I knew that this is going to be that kind of a discussion, ഞാനത് ചോദിക്കില്ല ശ്രീ നമ്പി നാരായണൻ. എനിക്കറിയേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ജെയിൻ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് എനിക്കോ അങ്ങേക്കോ അറിയില്ല. ഇത് CBI അന്വേഷിക്കുമ്പോൾ ഇതിൽ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായിരുന്ന 3 ഉദ്യോഗസ്ഥർ, മറുഭാഗത്ത് IB RB ശ്രീകുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ചില ഉദ്യോഗസ്ഥർ. ഇതിൽ ആർക്കെതിരെയാണ് അന്വേഷണം വരിക എന്നതിലുള്ള ഒരു സംശയം മാത്രമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. ഇത് 1994 ഡിസംബർ മാസം 2 CBI പറഞ്ഞോളൂ. ആർക്ക് എഗൻസ്റ്റ് ആയിട്ട് അന്വേഷണം വരിക എന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് ആരൊക്കെ ഈ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഇതിലൊരു ഫാബ്രിക്കേഷൻ നടന്നിട്ടുണ്ട് എന്ന അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ അത് ഏതു ഭാഗത്തു നിന്നായിരിക്കും അത്തരത്തിലൊരു കൂട്ടിച്ചേർക്കലും കഥമെനയിലും ഉണ്ടായിട്ടുണ്ടാവുക? തിരക്കഥ എഴുതിയത് ആരാണെന്നാണ് അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നത്? അഥവാ അത് അങ്ങേക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ എന്ന് മാത്രമാണോ? ആക്ച്വലി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ജംഗ്ഷൻ സുപ്രീം കോർട്ട് അപ്പോയിൻറ്റഡ്
കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെ ബേസ് ചെയ്ത് we are now asking CBI, as per the orders of the Supreme Court, to do some investigation. I don't know, I am not sure. Whatever we say on that score, will it not become sub judice? I think I need to think about it. In other words, suppose if I say I suspect A, B, C, or I suspect certain people, I have my doubt whether this becomes sub judice. But on the other hand, I can wait for the CBI's investigation. അല്ല Or ഞാൻ മനസ്സിലാക്കുന്നതിന്റെ if they wish to എൻ്റെ call me, പ്രാഥമികമായ ഒരു I can നിയമധാരണ tell വെച്ചുകൊണ്ട് ഇത് CBIയുടെ അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്ന ഒരു വിഷയമാണ്. അത് സബ് ജുഡീസ് ആകേണ്ട കാര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങേക്ക് സ്വന്തമായി അങ്ങയുടെ അഭിപ്രായം പറയുകയും അത് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയാണ് ഗൂഢാലോചന നടന്നത് എന്നതിന് പല ഊഹാപോഹങ്ങളും പരക്കുന്നുണ്ട്. ഇതിൽ അല്പസമയം മുമ്പ് എന്നോടൊപ്പം സംസാരിച്ചത് എസ് വിജയനാണ്. എസ് വിജയൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അതിനോട് പ്രതികരിച്ചത്. ഈ ജെയിൻ സമിതി ഇവരുടെ ആരുടെയും മൊഴിയെടുത്തില്ല, ഇവരുടെ ആരുടെയും അഭിപ്രായം കേൾക്കാതെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതെന്നും അതിന്മേലാണ് സുപ്രീം കോടതി CBIക്ക് കേസ് വിട്ടതെന്നുമാണ് എസ് വിജയൻ വാദിച്ചത്. മാത്രമല്ല അതിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് കൂടി അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് ചോദിച്ചത്, അങ്ങേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ടാകുമല്ലോ ഈ കേസിൻ്റെ ഏതു ഭാഗത്താണ് ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകുക എന്നുള്ളത്. One of the social media report answers Mr. Vijayan's question. The advocate representing Mr. C.B. Matthew made that remark, saying that he was not called for a discussion, and Jain committee has concluded things without talking to him. And Justice Kanvilkar apparently had answered, saying that we do not discuss such matters with the accused and before filing the charge sheet on the FIR. So the other lawyer kept quiet apparently. Now here I only expressed that this 27 years have passed. In fact, what the Jain committee is supposed to do and what is their functioning style, etc., is certainly known to the Supreme Court. And today Supreme Court has accepted, as I understand, the recommendation of the Jain committee. Whether such illegalities are present in that report, whether the Supreme Court will accept it or not, I don't know. But the people who make mistakes will keep on telling that I have not made this mistake and I am innocent, etc. But it is അതായത് അങ്ങ് various പറയുന്നതിൽ ഞാൻ things put മനസ്സിലാക്കുന്നത് together, you prove. അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എസ് വിജയനും CB മാത്യുവും ജേഷുവും അടങ്ങുന്ന കേരള പോലീസിലെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗങ്ങൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്ന് ജെയിൻ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പക്ഷേ നിരീക്ഷണം ഉണ്ടാവാമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുവെന്നാണ്. അങ്ങനെയല്ല. The case started with these three people based on the CBI's closure report. Appropriate action against them was recommended by the CBI in their report. But that is not the point. I am neither restricting myself to these three people. അതെ എൻ്റെ സംശയം ശ്രീ നമ്പിനാരായണൻ, ഇതിലൊരു ഗൂഢാലോചന ഉണ്ടാകണമെങ്കിൽ അങ്ങയുടെ ഭ്രമണപഥത്തിൽ പറയുന്നത് പോലെ വിശാലമായ അർത്ഥത്തിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടാവുക, ഇതിൽ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിൻ്റെ അഥവാ CIAയുടെ പങ്കാളിത്തം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ എസ് വിജയൻ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമായി എനിക്ക് തോന്നുന്നു. ഒരു ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രസി ആക്ടിൻ്റെ പരിധിയിൽ ഒരു വിദേശത്ത് നിന്ന് വന്ന വനിതയോട് നോട്ടിഫൈഡ് സ്ഥാപനത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ബന്ധപ്പെടാൻ പാടില്ല എന്നിരിക്കെ അങ്ങനെ ബന്ധപ്പെട്ടതായി മനസ്സിലാക്കുമ്പോൾ അതിലൊരു കേസെടുക്കുന്നു. അത്രമാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അവിടെ എൻ്റെ ജോലി അവസാനിച്ചു എന്ന് പറഞ്ഞാണ് എസ് വിജയൻ പോകുന്നത്. ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചത് SIT ആണ്. ഞാനൊരു മിനിറ്റ് ഇന്റർഫിയർ ചെയ്തോട്ടെ ഇവിടെ. യെസ്, Can I? പ്ലീസ്. I was not there when Mr. Vijayan made this remark, but Mr. Vijayan arrested her on overstay. Yeah. That overstay case, they filed the charge sheet, and it was judgment came out.
the judgment very clearly says she never overstayed. In fact, it went one more step. It says that this lady was prevented from leaving the country. Now, what is his answer? That she was arrested for overstay and the judgment says that she was prevented from leaving the country by the person who arrested her. So my point is, we can keep on say such things. But after all, what we are now talking is CBI is going to look at all these aspects and they will investigate and then find out A, B, C, D. I am assuming. Otherwise, there is no point in talking about it. ഒരു കാര്യം കൂടി ശ്രീ At നമ്പി that നാരായണൻ. time, if there are FIRs, മനസ്സിലായി. അങ്ങ് സൂര്യ കൃഷ്ണമൂർത്തിയുടെ ഭവനത്തിൽ വെച്ച് ശ്രീ സിബി മാത്യുവുമായി സംസാരിച്ച് ഈ വിഷയത്തിൻ്റെ ഒരു പരിധിയിലുള്ള വൈകാരികമായ സംഘർഷം അവസാനിപ്പിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈകാരികമായ സംഘർഷം, ഞാൻ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിന് നിയമപരമായിട്ടുള്ള നീതി അങ്ങ് പറയുന്ന പോലെ CBI കൊടുക്കട്ടെ. പക്ഷേ ഇപ്പോഴും താങ്കൾ കരുതുന്നുണ്ടോ ഈ സിബി മാത്യു എന്ന ഉദ്യോഗസ്ഥൻ താങ്കൾക്കെതിരെ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്താൻ ഈ മറ്റേതെങ്കിലും കാരണങ്ങളാൽ താല്പര്യപ്പെടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇറ്റ്സ് ക്വൈറ്റ് എ പേഴ്സണൽ ക്വസ്റ്റ്യൻ. I am not going to pass judgments on my ഊഹാപോഹങ്ങൾ. No, I am not interested. I have no business to say that, for example, I can say CB Matthew didn't torture me. സിബി But മാത്യു what does ടോർച്ചർ it mean to ചെയ്തിട്ടില്ല. you? CB Matthew എന്നെ ടോർച്ചർ ചെയ്തിട്ടില്ല. Right. ഈ ജോഷുവയും എസ് വിജയനും CB Matthew എന്നെ സ്ലാബ് ചെയ്തിട്ടില്ല. വിജയനും ചെയ്തിട്ടില്ല, ജോഷുവും ചെയ്തിട്ടില്ല. എന്നെ ടോർച്ചർ ചെയ്തിട്ട് ഇല്ല. Does it mean they are all innocent people? അല്ല, അതല്ലെന്ന് എങ്ങനെ നമ്മൾ കരുതും? Now please tell me, does it mean that they are all innocent people? Now I will ask you a question. Who has ordered my arrest? From the DGP level, from the higher ups? Who could be the person? No, there was an SIT and that SIT chief was Mr. CB Matthew. Now who could have ordered my arrest? So you cannot draw a conclusion from one act to another act. അല്ലല്ല സാർ, അതാണ് ഞാൻ ആദ്യം അങ്ങോട്ട് My point is simple. ആ പോയിന്റ് ഓഫ് I think അറസ്റ്റിൽ it is മാത്രമാണ് better- it is ആ better പോയിന്റ് that ഓഫ് we wait. ആ പോയിന്റ് ഓഫ് അറസ്റ്റിലെ 2 ദിവസത്തിൽ മാത്രമാണ് ഈ ഗൂഢാലോചന എന്ന് നമുക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയുമെന്നാണ് എന്റെ ചോദ്യം. മറ്റൊന്ന് IB ആണ്. IB കേന്ദ്ര ഏജൻസിയാണ്. അതിൽ ശ്രീകുമാർ ഉണ്ട്, മറ്റു ചില ഉദ്യോഗസ്ഥരുണ്ട്. First of all, I correct you. It is not 2 days. November 30th, December 1st, December 2nd, December 3rd, December 4th, 5 days. ബട്ട് ഡിസംബർ 2 ആയപ്പോഴേക്കും CBI കേസ് ഏറ്റെടുത്തില്ല. telling it is 2 days, 3 days. No, December 2nd, on paper the CBI took over the case, and when I was handed over to CBI, it was on 5th of December. പക്ഷേ ഇത്രയും ദിവസം See, I tell you, people can keep on twist the matters. Yeah. So, for example, CB Matthew keeps telling that I was under their custody only for 2 days. They could not have tortured me because of these 2 days. First place, I was there for 5 days. Second, you mean to say to do a torture 2 days are not sufficient? Well, that's sufficient. Even if you take 2 Even a days, moment, that's within sufficient. 2 days you can't torture somebody? Even a single moment, it's a torture. So, this is what they keep on telling. No, this is what they keep on telling. I am again coming back to you, saying that the more meaningful, according to my opinion, I could be wrong for all that matter. ഒരു കാര്യം കൂടി ശ്രീ നമ്പി നാരായണൻ, അന്ന് ഈ സിബി മാത്യുവുമായി സംസാരിക്കുന്ന സമയത്ത് സിബി മാത്യു എന്താണ് നമ്പി നാരായണനോട് പറഞ്ഞത്? ഈ വിഷയങ്ങളെല്ലാം സ്വാഭാവികമായി നിങ്ങൾ ദീർഘനേരം സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ, ഏകദേശം 2.5 മണിക്കൂറോളം. ഈ പുസ്തകത്തിലും അങ്ങനെ പറയുന്നുണ്ട്. അന്ന് സിബി മാത്യു അങ്ങയോട് പറഞ്ഞത് എന്താണ്? I think we are again recalling. No, it is a futile exercise. What he told in the press was that I asked that I should meet him, but the truth is he asked for meeting me, which was clarified by Surya Krishnamurthy himself. Okay, so I think why are you keeping on telling a matter which was already settled? That he was telling a lie. ഓക്കെ,
ഫൈൻ. ഒരു കാര്യം കൂടി ശ്രീ by നമ്പിനാരായണൻ. your own people, by your own journalists. എക്സാക്ട്ലി. Pardon? എക്സാക്ട്ലി, ഐ അണ്ടർസ്റ്റാൻഡ്. ഈ മാധ്യമപ്രവർത്തകർ അങ്ങേ വേട്ടയാടിയതടക്കമുള്ള വിഷയങ്ങൾ ഇത് ഈ പരിഗണനയിൽ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഈ മാധ്യമപ്രവർത്തകരുടെ ഗൂഢാലോചനയും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കാം. മാധ്യമപ്രവർത്തകരുടെ ഗൂഢാലോചനയും ഫോറിൻ കൺട്രീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഗൂഢാലോചനയും പോലീസിൻ്റെ ഗൂഢാലോചനയും IB-യുടെ ഗൂഢാലോചനയും ഇത് അല്ലാതെ നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഗൂഢാലോചനയും എല്ലാം ഇതിനകത്ത് വരണം. ഇതിൽ രാഷ്ട്രീയം ഇതിൽ ഒരു സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അങ്ങേക്കറിയാം. അങ്ങ് വിശ്വസിക്കുന്നത് ഈ കേസ് വന്നതിനു ശേഷം അതിൽ രാഷ്ട്രീയ ലാഭം ചിലർ എടുക്കുകയായിരുന്നുവെന്നാണോ? അതല്ല, അതിലൊരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള ഒരു കരുവായി താങ്കൾ മാറുകയായിരുന്നുവെന്നാണോ? അങ്ങേക്കൊരു അസംഷൻ ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നിരിക്കണം? I think this is a typical question like this is putting me into some kind of a dilemma as to I don't want to talk on speculation because tomorrow I will have to defend it. Okay. Now I don't want to speak on speculation. പക്ഷേ ഇതിന് രാഷ്ട്രീയ ലാഭം ചിലർ നേടി എന്നത് വസ്തുതയല്ലേ ശ്രീ നമ്പിനാരായണൻ? Again, the same question, you are putting it slightly different. Isn't it? Very, as you are a senior scientist, you are very intelligent. No. എൻ്റെ ചോദ്യം വളരെ നേരിട്ടുള്ളതായിരുന്നു ശ്രീ നമ്പിനാരായണൻ. ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ആരൊക്കെ വരും അതൊക്കെ ഇനി CBI തീരുമാനിക്കേണ്ടതാണെങ്കിലും ഒരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ താങ്കൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നറിയാൻ മാത്രമേ ഞാൻ ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. അങ്ങ് പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകർ വിദേശത്ത് നിന്ന് ഏതെങ്കിലും സഹായം ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ എൻ്റെ ആഗ്രഹം ആരൊക്കെ ഈ ഫാബ്രിക്കേഷനിലേക്ക് ഉണ്ടായിരുന്നു അവരൊക്കെ എല്ലാം ഇതിനകത്ത് വരണം. അത് രാഷ്ട്രീയ പ്രവർത്തകരും വരണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരായാലും ഇൻക്ലൂഡ്സ് രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും വരത്തില്ലേ അതിനകത്ത്? അങ്ങനെ ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതാണ് again the same question you are now asking for the third time. അങ്ങേക്കത് അറിയില്ല. ഓക്കെ, ഫൈൻ. ഞാൻ ആ സത്യസന്ധതയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശ്രീ നമ്പിനാരായണൻ, എനിക്കൊപ്പം രണ്ട് അതിഥികൾ കൂടിയുണ്ട്. അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. I want to not to answer speculation യാത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് സ്പെക്കുലേഷൻ മാത്രമാണ്. അങ്ങേക്ക് വ്യക്തമായിട്ട് അറിയില്ല അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന്. അത് വ്യക്തമായി താങ്കൾക്ക് അറിയില്ല. അതെ, എനിക്ക് സ്പെക്കുലേറ്റീവ് ആൻസർ ഇപ്പോൾ പറയാൻ അഭിപ്രായമില്ല മിസ്റ്റർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ ഡൈലമ. യു നോ, ഐ ഹാവ് ഗോൺ ത്രൂ ദിസ് മിൽ ഫോർ 27 years. കറക്റ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് അനദർ മിസ്റ്റേക്ക്. മനസ്സിലായി. അത് പൂർണ്ണമായും അങ്ങയുടെ അവകാശം തന്നെയാണ്. മാത്രവുമല്ല, ഇനിയും അങ്ങയെ അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കഴിയുകയുമില്ലെന്ന് താങ്കൾക്കറിയാമല്ലോ. കാരണം മാധ്യമപ്രവർത്തകർ ഏറ്റവും കൂടുതൽ വിചാരണ നേരിടുകയും ഒരുപക്ഷെ ആത്മവിമർശനം നടത്തേണ്ടതും താങ്കളുടെ കാര്യത്തിലാണ് എന്നതൊരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഒരു നിമിഷം അങ്ങ് തുടരണം. ശ്രീ പന്തളം സുധാകരൻ, ക്ഷമിക്കണം, നമ്മുടെ മുന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ടവർ നേരിട്ട് തത്സമയം പങ്കുചേരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങയിലേക്ക് എത്താൻ വൈകിപ്പോയത്. ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. മറ്റൊരു അവസരത്തിൽ അതിനുള്ള സമയം ഞാൻ രണ്ട് അതിഥികൾക്ക് നൽകുകയും ചെയ്യും. എങ്കിലും ഈ വിഷയത്തിൽ അവസാനിക്കുന്നതിന് മുൻപ് ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ശ്രീ നമ്പിനാരായണന് വ്യക്തതയില്ലെങ്കിലും അദ്ദേഹം ചിലത് ഊഹിക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമ്മൾ പറയുന്നില്ല. നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപ്രകാരം ഈ അന്വേഷണം കൊണ്ട് ലീഡർ കെ കരുണാകരന് നീതി കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ പന്തളം സുധാകരൻ? ഞാൻ ആത്മാർത്ഥമായി ലീഡർ കെ കരുണാകരന് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിലെ, ആധുനിക കേരളത്തിലെ ഇത്രമാത്രം വിവാദമുണ്ടാക്കിയ, കോളിളക്കമുണ്ടാക്കിയ ഒരു കേസ്, ചാരക്കേസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കട്ടെ, ശ്രീ കെ കരുണാകരനോടൊപ്പം വളരെ അടുത്ത് പെരുമാറിയ ഒരാളെന്നുള്ളതിൽ വേദനയോടുകൂടി ഞാനിപ്പോൾ ഓർക്കുന്നത്, അദ്ദേഹം ഒരിക്കൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തോട് വളരെ സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ ചോദിച്ചു, ലീഡർ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതി നടത്തി എന്ന് പറഞ്ഞാൽ ഞാനത് സഹിക്കും. പക്ഷേ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ ഞാൻ ഒരു രാജ്യദ്രോഹിയാണ്
രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ എനിക്കത് ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് നിറകണ്ണുകളോടി പറഞ്ഞ കെ കരുണാകരൻ എൻ്റെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. അത് കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ CBI അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച് വീണ്ടും ഒരു അന്വേഷണത്തിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യം, ബഹുമാന്യായ രാജ്യം അതായത് മൂന്നാമത്തെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് നൽകി, പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ച ഈ എയറോസ്പേസ് സയൻറ്റിസ്റ്റായ ബഹുമാന്യനായ നമ്പി നാരായണനെ അദ്ദേഹം കഴിഞ്ഞ 27 വർഷമായി നീതിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടത്തെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. കാരണം ഇതൊരു ഗൂഢാലോചനയാണെന്നത് ഞാൻ സംശയമില്ല. ആ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ആദ്യം ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഇവിടെ ഇപ്പം ഞങ്ങളൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ശ്രീ നമ്പി നാരായണൻ്റെയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും അഭിപ്രായങ്ങളാണ്. അതുപോലെ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ പോലെയുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് സമയം തരാതിരുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞാനും കൗതുകപൂർവ്വം ആകാംക്ഷയോട് ഇത് കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം കൂടി, ഈ വളരെ സ്മാർട്ടായിട്ട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുൻ DGP സെൻകുമാർ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു എനിക്ക് തോന്നുന്നു കൊല്ലത്താണോ എന്ന് സംശയമുണ്ട്, ഒരു പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നൊരു പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ ചാരക്കേസ് ഒരു പക്ഷേ അന്നത്തെ ഒരു ജൂനിയർ IPS ഓഫീസർക്കൊരു വാടകയ്ക്കൊരു കെട്ടിടം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചാരക്കേസ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ ഒരു വീട് വാടകയ്ക്കൊരു വീടിന് വേണ്ടി നടന്ന കൂട്ടത്തിലാണ് ഒരു സ്ത്രീയുമായി പരിചയപ്പെടുന്നതെന്നും അതാണ് ഈ ചാരക്കേസ് എന്നുള്ള പ്രമാദമായ കേസിലേക്ക് എത്തിയതെന്നും ആണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ പറഞ്ഞ ഉദ്യോഗസ്ഥൻ എന്തൊരു ആവേശത്തോടു കൂടിയാണ് നമ്പി നാരായണൻ കുറ്റവാളിയാണ്, കുറ്റക്കാരനാണ്, അന്താരാഷ്ട്ര ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് സമർത്ഥിക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തിയാണ്. എനിക്ക് സങ്കടമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സാണ് കേരള പോലീസ്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ പിന്നിൽ തീർച്ചയായും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചനയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെയുണ്ട്, അന്നത്തെ ചില മാധ്യമ സുഹൃത്തുക്കളുടേതുണ്ട്, അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഉണ്ട്. പ്രതിപക്ഷ എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദൻ, അതേപോലെ തന്നെ ദേശാഭിമാനി ഉൾപ്പെടെയുള്ളവരാണ്. അത് രാഷ്ട്രീയമാണ്. ഉമ്മൻചാണ്ടിയുടെയും കൂടിയാണോ കെ കരുണാകരൻ അങ്ങനെ പറഞ്ഞാണ് ഗാന്ധി പാർക്കിൽ ഇറങ്ങുന്നത്? ഞാൻ പറയട്ടെ, അന്ന് ഞാൻ സാക്ഷിയാണല്ലോ, ഞാൻ പറയട്ടെ. അതായത് അന്നത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ ഗൂഢാലോചനയിൽ പങ്കുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗൂഢാലോചനയിൽ പങ്കുണ്ട്, നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിൻ്റെ ഗൂഢാലോചന ഉണ്ട്. അവർ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ ഒരു അടിക്കാനുള്ള ആയുധമായി, ഭരണകക്ഷി അടിക്കാനുള്ള ആയുധമായി, ഒരു ടൂളായി അത് ഉപയോഗിക്കുന്ന തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ രാഷ്ട്രീയപരമായ ഗൂഢാലോചനയും ഉണ്ട് എന്ന കാര്യം സംശയമില്ല. എല്ലാം അന്വേഷിക്കട്ടെ. മാത്രമല്ല നമ്പി നാരായണൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞു ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പോലും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് തീർച്ചയായും ഇത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കേസ് തന്നെയാണ്. കാരണം ശ്രീകുമാറിലേക്ക് മുമ്പ് എനിക്ക് ശ്രീ നമ്പി നാരായണനിലേക്ക് ഒരു കാര്യം കൂടി. ശ്രീ നമ്പി നാരായണൻ, ഈ കേസ് അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ ചോദിച്ചതുപോലെ കെ കരുണാകരനു കൂടി നീതി കിട്ടാൻ ഈ അന്വേഷണം സഹായിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും ആ രാഷ്ട്രീയം അതിൻ്റെ മിക്സഡ് ക്വസ്റ്റ്യനാണ് ഇത്. പക്ഷേ ഐ ഫീൽ ദാറ്റ് ഹീ വാസ് വൺ ഓഫ് ദി അഫക്റ്റഡ് പേഴ്സൺസ് ബിക്കോസ് ഓഫ് ദിസ് സ്പൈ കേസ്. Again, I wish that he also should get justice. But what kind of justice he can get? He is already known as an innocent person. ആൻഡ് എന്തായിരുന്നു ഇപ്പം എനിക്കായാലും പുള്ളിക്കായാലും എന്താണ് നിങ്ങൾ കഴിഞ്ഞുപോയ നഷ്ടം ഒന്നും തിരിച്ചു തരാനൊന്നും നോക്കില്ല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ബട്ട് വി ക്യാൻ ഓൾ കളക്റ്റീവ്ലി സേ ദാറ്റ് ഓക്കെ ദിസ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്ന് പറയാമെന്നല്ലാതെ നീതി കിട്ടാൻ വേറെ അങ്ങേർക്ക് എന്താ നിങ്ങൾ വാട്ട് യു മീൻ ബൈ ദാറ്റ്? അങ്ങേർക്ക് നീതി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം. റൈറ്റ്. പക്ഷേ എങ്കിലും അതൊരു ഓർമ്മയും ചരിത്രവുമാണല്ലോ. വരുന്ന തലമുറകൾക്ക് കൂടി കെ കരുണാകരൻ ആരായിരുന്നുവെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ CBI കണ്ടെത്തുന്ന ഒരു റിപ്പോർട്ടിൽ ഈ പറയുന്ന ഒരു ഫൈൻഡിംഗ് ഉണ്ടെങ്കിൽ ഇതൊരു ഗൂഢാലോചനയായിരുന്നുവെന്നും അതിന് ഇരകളായി തീർന്നത് നിങ്ങളൊക്കെയാണെന്നും അതിന് ആരൊക്കെയായിരുന്നു പങ്കാളികളെന്നും സുവ്യക്തമായി റിപ്പോർട്ട് എഴുതി വെച്ചാൽ
വരും തലമുറയുടെ മുന്നിൽ ആ പേരിനൊരു നീതി കിട്ടുമല്ലോ ശ്രീ നമ്പിനാരായണൻ. ഞാൻ അത് ആ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. അത് ഇപ്പൊ തന്നെ ഇല്ലേ? അത് ഇപ്പൊ തന്നെ ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് ദേർ ആൾറെഡി? പക്ഷെ അത് ഗൂഢാലോചനയാണ് എന്ന രീതിയിൽ അന്വേഷണം നടന്ന് പ്രൂവ് ചെയ്യപ്പെടണമല്ലോ. അത് താങ്കളെ കൊടുക്കാനും ഈ കെ കരുണാകരനെ കൊടുക്കാനും ഒക്കെ ഉള്ളതാണോ എന്ന രീതിയിലേക്ക് അന്വേഷണം നടത്തി എത്തണമല്ലോ. Anyway, you can make a point with the difficulty. It is okay, no problem. ഒരു കാര്യം കൂടി, ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു ചോദ്യമാണെങ്കിലും ഇതിൽ IB ഉദ്യോഗസ്ഥനായി നിൽക്കുന്ന RB ശ്രീകുമാർ നിലവിലുള്ള രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണിലെ കരടാണ് എന്നൊരു വിമർശനമുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ ഈ ഒരു ടാസ്ക് CBI ഏൽപ്പിക്കുന്നതിലൂടെ മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുകയാണ് എന്നൊരു വിമർശനം ഉയർന്നാൽ അതിന് താങ്കൾ എങ്ങനെയായിരിക്കും മറുപടി പറയുക? ഇത് താങ്കളുടെ താല്പര്യം മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് ഇതിന് പിന്നിൽ ഒരു സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യം. I will laugh at it. I'll tell you why. First of all, it is not the government which has entrusted the investigation to CBI. It is the subcommittee's recommendation. It appears from what the orders go. It is the Supreme Court which has entrusted this to CBI. That is number one. It is not the government. And number two, I have been fighting this case, not RB Srikumar alone. I am not fighting it today. In fact, the so-called problem what you are talking about, അത് ഉണ്ടായത് 1985 ശേഷം, ഐ എം സോറി 2004 ശേഷം. അതെ. വൈറസ് ചാര കേസ് നടന്നത് 1994. 99 തന്നെ ഐ ഹാവ് ബീൻ നെയിമിംഗ് RB Srikumar as one of the respondent in my case. അതിൽ തർക്കമില്ല. പക്ഷേ ആ കേന്ദ്ര സർക്കാരിൽ RB ശ്രീകുമാർ ഉൾപ്പെട്ട ഒരു കേസിൽ കേന്ദ്ര സർക്കാർ അമിത താല്പര്യം കാണിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം ശ്രീ നമ്പിനാരായണൻ. അത് എന്താണ് താല്പര്യം? അപ്പൊ എനിക്ക് പത്മഭൂഷൺ കൊടുത്തതിനും അതിനു വേണ്ടിയായിരിക്കുമോ? വളച്ചൊടിച്ച് ചോദിക്കുന്നതിന്റെ ഒരു ലിമിറ്റ് വേണം. ഞാനിത് നമ്പിനാരായണനോടുള്ള ചോദ്യം, നമ്പിനാരായണൻ ഏതെങ്കിലും തരത്തിൽ RB ശ്രീകുമാറിനോട് ദേഷ്യമുണ്ടെന്നോ രാഷ്ട്രീയമുണ്ടെന്നോ അർത്ഥത്തിലല്ല. ഇതിൽ ഇങ്ങനൊരു വിമർശനം ഉയരുന്നുണ്ട്. കാരണം RB ശ്രീകുമാറും സഞ്ജയ് ഭട്ടിനും ഒക്കെ എതിരെ കേന്ദ്ര സർക്കാർ നീങ്ങിയ ഒരു നിലപാട് നമ്മുടെ മുന്നിലുള്ള പശ്ചാത്തലത്തിലാണ് ഇതിൽ ഇങ്ങനെ ചിലർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിനോടുള്ള അങ്ങയുടെ പ്രതികരണം എന്നാണ്. അങ്ങയുടെ പ്രതികരണം എനിക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങേക്ക് എന്തെങ്കിലും അതിനകത്ത് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ആവാം. ഇത് തീർച്ചയായും അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നൊരു ദുസൂചന എൻ്റെ ചോദ്യത്തിലില്ല. അല്ലല്ല, എനിക്ക് രാഷ്ട്രീയ താല്പര്യം ഇല്ല, വിച്ച് ഐ ഹാവ് ബീൻ ആൾറെഡി ടെല്ലിങ് യു ഇൻ മെനി ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത് ഈ രീതിയിൽ നമ്മൾ ഒരു കാര്യത്തിനെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. കാൽ നൂറ്റാണ്ടിനു ശേഷം ചാരക്കേസ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് കെ കരുണാകരന് കിട്ടിയ രാഷ്ട്രീയ നീതി കൂടിയായിരിക്കുമോ എന്നാണ് ഈ ഘട്ടത്തിൽ. നമ്മളോടൊപ്പം ശ്രീകുമാറുണ്ട്. ശ്രീകുമാർ, ഞാൻ ആദ്യമേ പന്തളം സുധാകരനോട് പറഞ്ഞതുപോലെ എനിക്ക് ഏറെ നേരം, ഏകദേശം 1.25 മണിക്കൂറായി അങ്ങ് ചർച്ചയിലിരിക്കുന്നു. ഒരു ചോദ്യം പോലും അങ്ങയോട് ചോദിക്കാൻ കഴിഞ്ഞില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട, താങ്കളും പ്രധാനപ്പെട്ട അതിഥിയാണ്. ഈ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള അതിഥികൾ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എങ്കിലും താങ്കൾ നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം ഇതിൻ്റെ രാഷ്ട്രീയമാണ്. ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും കൂടി വലവിരിച്ച് കെ കരുണാകരനെതിരെ നീങ്ങിയ നീക്കം, അതിന് കേരളത്തിലെ ഒരു പത്രമാധ്യമ സ്ഥാപനത്തിൻ്റെയും മറ്റു മാധ്യമ പ്രവർത്തകരുടെയും പിന്തുണ കൂടി ലഭിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നൊരു തിരക്കഥാ നാടകമാണ് ചാരക്കഥയെന്നാണ് അന്തരീക്ഷത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും CBI അന്വേഷിക്കുന്നതോടുകൂടി അത് പുറത്തു വരികയും ചെയ്യും. താങ്കളും ആ കഥ വിശ്വസിക്കുന്നുണ്ടോ? ആ കഥ നിരസിക്കാൻ താങ്കളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അന്തരീക്ഷത്തിൽ കേൾക്കുന്നതൊന്നും വിശ്വസിച്ച് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ഇതിന്. കാരണം ISRO ചാരക്കേസ് നടന്ന ആ കാലത്ത് കേരളത്തിലൊരു നേതൃമാറ്റം ഉണ്ടായി എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് രാഷ്ട്രീയ ചരിത്രമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതിന് 1987 മുതൽ 82 മുതൽ നമ്മൾ തുടങ്ങണം. കാരണം അതിന് 87 നിങ്ങളൊക്കെ ഓർമ്മയുണ്ടാകുമായിരിക്കും, ഒരു പ്രതിച്ഛായ ചർച്ച കേരളത്തിലെ അന്നത്തെ കോൺഗ്രസ് മുന്നണിയിൽ നടന്നു. കാരണം ഭരണം മോശമായി, അതുകൊണ്ട് പ്രതിച്ഛായ വേണമെന്ന ചർച്ച നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു. അതിനുശേഷം അധികാരത്തിൽ വന്ന CPM, അതിനുശേഷം അധികാരത്തിൽ വന്ന് നയനാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം പിന്നെ 91 വീണ്ടും പൂർത്തിയാകാതെ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തി. അങ്ങനെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി. ആ കാലത്താണ് ഈ ചാരക്കേസ് ഉണ്ടാകുന്നത്. അപ്പം അന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ഉന്നയിച്ച ഒരാവശ്യമാണ് ശൈലി മാറ്റം എന്നുള്ളത്.
കെ കരുണാകരൻ്റെ ശൈലി മാറ്റണം എന്ന രീതിയിൽ അത് ഒരുപാടന്ന് പരസ്യമായുള്ളതാണ്, അതായത് രഹസ്യമൊന്നല്ലത്. അന്നത്തെ TV ചാനലുകളൊക്കെ അത് വ്യക്തമായിട്ടുണ്ട്, അത് ആർക്കും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ കരുണാകരൻ ശൈലി മാറ്റണം എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കരുണാകരൻ്റെ മറുപടി ഇതായിരുന്നു, ഈ വയസ്സുകാലത്ത് ഞാൻ എന്ത് ശൈലി മാറ്റം എന്നായിരുന്നു അതിന് ഉത്തരം. അക്കാലത്ത് ഈ ചാരക്കേസ് മാധ്യമങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അത് ഗൂഢാലോചനയാണോ അല്ലയോ എന്നും എനിക്കറിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചുള്ള മാധ്യമങ്ങൾക്ക് കിട്ടുന്ന വാർത്ത അവർ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ ഡോക്ടർ അരുണ് ശ്രീ വിജയനോടും ശ്രീ നമ്പി നാരായണനോടും എത്രയോ ചോദ്യങ്ങൾ ചോദിച്ചു. അത് നിങ്ങളുടെ ആകാംക്ഷയാണ്, ഉത്തരം കിട്ടാനുള്ള ആകാംക്ഷയാണ്. അതുപോലെ അക്കാലത്തെ മാധ്യമ പ്രവർത്തനത്തിലൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. കാരണം പോലീസ് പറയുന്ന അതേപോലെ എഴുതുന്നൊരു സ്വഭാവമൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഇതുപോലെ നല്ല കഥകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. 2 മാലദ്വീപിലെ 2 സ്ത്രീകളുമായി ബന്ധപ്പെട്ട കഥകൾ ഉണ്ടാക്കുമ്പോൾ ആ കഥകൾ ഒരുപാട് മാധ്യമങ്ങൾ ആഘോഷിച്ചാണ്. അത് ആരും ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇന്ന് നമ്പിനാരായണനൊപ്പം നിൽക്കുന്ന പത്രവും CPM ഒക്കെ അത് ആഘോഷിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. അക്കാലത്താണ് ഈ ശൈലി മാറ്റം ശക്തിപ്പെട്ടത്. അപ്പോൾ അന്ന് കോൺഗ്രസ് MLA മാർ പറഞ്ഞു ശ്രീ കെ കരുണാകരൻ മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശൈലിമാറ്റം എന്ന് പറഞ്ഞത് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ശ്രീ കെ കരുണാകരൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണമെന്നായി. അക്കാലത്ത് നിർഭാഗ്യവശാൽ ഈ ചാരക്കേസും വന്നു. അപ്പോൾ ചാരക്കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് കെ കരുണാകരനെ മാറ്റുന്നതെന്നും അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അന്ന് പ്രതിപക്ഷം അന്നത്തെ ഉമ്മൻചാണ്ടി ആ ഘട്ടത്തിൽ ഈ കെ കരുണാകരൻ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തി കാണുന്നുണ്ടല്ലോ. അത് ആ ഘട്ടത്തിൽ ചെയ്യാൻ പാടുള്ള ഒന്നായിരുന്നോ? അന്ന് കെ കരുണാകരനോട് ഒപ്പം പിന്തുണ പ്രഖ്യാപിച്ച് ഉമ്മൻചാണ്ടി നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പുറത്തു പോകേണ്ടി വരുമായിരുന്നില്ലല്ലോ കെ കരുണാകരന്. അവിടെയാണ് പ്രശ്നം. അത് കോൺഗ്രസിലെ രാഷ്ട്രീയമാണ്, ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ടതല്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ കരുണാകരൻ്റെ ശൈലി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് യാഥാർത്ഥ്യമാണ്. അതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെ, ചാരക്കേസിൽ കരുണാകരൻ്റെ കാര്യമല്ല. ചാരക്കേസ് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ല. കോൺഗ്രസിൽ അന്നത്തെ രാഷ്ട്രീയത്തിൽ കരുണാകരൻ മാറണമെന്നുള്ള ഒരു ആവശ്യം വന്നപ്പോൾ അതിന് മാധ്യമങ്ങൾ ഈ ഭാഗത്തുനിന്നുള്ള അതൊരു പ്രേരണയായിരിക്കാം, ഒരു ചൂഷണമായിരിക്കാം. ഇങ്ങനെ ഒരു ലീഡർക്കെതിരെ ഒരു വാർത്തകളുടെ ചാരക്കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചൂഷണം ചെയ്തിട്ടുണ്ടാവും. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. ഇപ്പം ലാവ്ലിൻ കേസിലും അങ്ങനല്ലേ, ചൂഷണം ചെയ്തതല്ലേ. പിണറായി വിജയനെതിരെ CPM ചൂഷണം ചെയ്തില്ല. അങ്ങനെയാണല്ലോ VS വരുന്നതും നായനാരൊക്കെ വരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച നായനാരെ കൊണ്ടുവന്നത് VS-നെ മാറ്റിയതൊക്കെ നമുക്കറിയില്ലേ. അപ്പൊ അതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും സംഭവിക്കും. ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഈ രാഷ്ട്രീയ ഗൂഢാലോചന വന്നാൽ ഈ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ കുടുങ്ങുമോ എന്നതേ ഉള്ളൂ എന്റെ സംശയം. അല്ലോ, അത് രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലല്ലോ, പിന്നെ എങ്ങനെ? അത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസമാണത്. അത് പരസ്യമാണ്. കാരണം AK ആന്റണി അന്ന് നിങ്ങൾക്കറിയാമല്ലോ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തെ അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രി അയക്കുമ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ MLA-മാരിൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, A ഗ്രൂപ്പിൽപ്പെട്ട ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന അന്നത്തെ AK ആന്റണിയോടൊപ്പം നിന്ന MLA-മാർ മാത്രമല്ല, അതിനപ്പുറത്തുള്ള ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് ഒരു വനിതാ നേതാവെന്ന MLA ആയിരുന്നു, അവരടക്കം ലീഡർക്കാർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മാറണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നമാണ്. അത് അവസാനം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് മാറി. അതാണല്ലോ ലീഡർ പെട്ടെന്ന് ഞെട്ടിപ്പോയത്. തൻ്റെ ഒപ്പം നിന്നവർ പോലും ഒപ്പിട്ടു എന്നുള്ളതാണ് കാര്യം. അത് ചാരക്കേസുമായിട്ട് ഒരു ബന്ധവും നമ്മൾ അതിനെ കണക്കാക്കാൻ ഞാനില്ല. കാരണം അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ശൈലിമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. അതിൽ അത്ര നിഷ്കളങ്കമായ ഒരു ശൈലി മാറ്റത്തിന്റെ പ്രതിഫലനവും ഈ ചാരക്കേസും കൂടി യാദൃച്ഛികമായി ഒത്തുവന്നതാണ് കെ കരുണാകരൻ പുറത്തു പോകാനുള്ള കാരണമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീ പന്തളം സുധാകരൻ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേതൃമാറ്റം ആവശ്യപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നേതൃമാറ്റത്തിന് വേണ്ടി നമ്മുടെ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായി എല്ലാ ആയുധങ്ങളും കിട്ടുന്ന ആയുധങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് മൂർച്ചയുള്ള ആയുധങ്ങൾ കിട്ടിയപ്പോൾ അതിൽ ഏറ്റവും മൂർച്ചയുള്ളൊരു ആയുധം ചാരക്കേസായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. കാര്യം മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് തന്നെ ശ്രീ കെ കരുണാകരൻ മാറി നിൽക്കണം എന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞതൊക്കെ അന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതിനൊക്കെ തുടർന്നാണ് നിൽക്കക്കള്ളി ഇല്ലാത്തനോ. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്ക് അറിയാമല്ലോ, ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ കരുണാകരൻ മാറിയത്. അല്ലാതെ ശൈലിയോ അല്ലെങ്കിൽ 82-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി 84 അവസാനമായപ്പോഴും ഈ ശൈലി മാറ്റം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ മാറ്റാൻ ശ്രമം നടത്തി.
അതേസമയത്ത് അതേപോലെ തന്നെ 91 തുടങ്ങിയപ്പോഴും ഇത് തന്നെ ആ 91 ആരംഭത്തിൽ ഒരു വർഷം സ്മൂത്തായി പോയി. പിന്നീട് വന്നപ്പോഴൊക്കെ അതിശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കലാപമുണ്ടായി എന്നുള്ളൊരു കലാപം എന്നൊരു ഈ ഞങ്ങളുടെ ഉള്ളിലുള്ള കലാപമുണ്ടായി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ വന്ന് അത് മൂർച്ഛിച്ച് വന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ചാരക്കേസ് വരികയും അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഇപ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് അഡ്വൈസറായ ശ്രീ രമൺ ശ്രീവാസ്തവയെ ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ കെ കരുണാകരനും രമൺ ശ്രീവാസ്തവയ്ക്കും പങ്കുണ്ട് എന്ന് ജസ്റ്റിസ് KT തോമസും ഒരു പട്നായിക്കും ഉൾപ്പെടെയുള്ള ജഡ്ജി ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഒരു പരാമർശമുണ്ടായി. ആ പരാമർശം ഉണ്ടായപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ പരാമർശം വന്ന അന്ന് ഡൽഹിയിലുണ്ടായിരുന്ന കെ കരുണാകരൻ ഫാക്സ് മുഖാന്തരം രമൺ ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. അതെല്ലാം ഈ എരുതിയിൽ എണ്ണ ഒഴിയുന്ന പോലെ ഈ തുടർന്ന്, അതായത് ചുരുക്കി പറഞ്ഞാൽ അവസരം കാത്തിരുന്ന കോൺഗ്രസിന്റെ എ ഗ്രൂപ്പ് നേതാക്കൾ കൃത്യമായിട്ട് ഈ ചാരക്കേസ് ഉപയോഗിച്ചു. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ രമൺ ശ്രീവാസ്തവ കുറേ കഴിഞ്ഞിട്ട് രമൺ ശ്രീവാസ്തവ ഏറ്റവും പ്രിയപ്പെട്ട കെ കരുണാകരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു രമൺ ശ്രീവാസ്തവ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യം എന്ന് പറഞ്ഞാൽ എത്ര കൊള്ളരുതായ്മ കാണിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യാതൊരു മടിയും കാണിച്ചില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം രാജൻ കേസിൻ്റെ പേരിൽ തന്നെ ആദ്യം തന്നെ അധികാരത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് 1 മാസത്തിനുള്ളിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി മറ്റൊരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാകാത്ത തരത്തിൽ ഉള്ള ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം രാജിവെച്ച് പോകേണ്ടി വന്നു 77 എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ രമൺ ശ്രീവാസ്തവയെ അദ്ദേഹം സംരക്ഷിക്കുന്നു എന്ന് വന്നപ്പോൾ രമൺ ശ്രീവാസ്തവയ്ക്ക് അനുകൂലമായി അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ K മുരളീധരൻ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു രമൺ ശ്രീവാസ്തവ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു. അതും വലിയ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടുകൂടി വന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ വന്ന് ഈ ചാരക്കേസിൻ്റെ പേരിൽ തന്നെയാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിത്തിരിഞ്ഞ് കെ കരുണാകരനെ രാജിവെക്കേണ്ടി വന്നു. പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ CBI അന്വേഷണം വന്ന് കയറുന്നത് ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പടിവാതിൽക്കൽ കൂടി ആയിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇപ്പോഴങ്ങനെയുള്ള അത് ഞാൻ പറഞ്ഞില്ല. അത് 27 വർഷം മുമ്പുണ്ടായ ആ കഥയിലെ കഥാപാത്രങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചില സിനിമയെ കാണിക്കുമല്ലോ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള നിലയിലേക്കേ അത് പോവുകയുള്ളൂ. ഇന്നത്തെ കാലഘട്ടവുമായിട്ട് യാതൊരു പുലബന്ധം പോലുമില്ല ഇന്ന് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അന്ന് ഈ രാഷ്ട്രീയ കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് മാറ്റുന്ന ഒരു നിലപാടിലേക്ക് വരുന്നതിന് ഇന്നത്തെ വാർത്ത കേട്ട് ഏറ്റവും ആദ്യം നടുങ്ങിയത് സിബി മാത്യൂസും അതല്ല KK ജോഷിയും ഈ വിജയനും ഒക്കെ ആണോ അതോ ഉമ്മൻചാണ്ടിയാണോ എന്നാണ് ഉയരുന്ന ചോദ്യം. അല്ല, അതിൽ നമ്മൾ മാധ്യമങ്ങൾക്ക് പല ചോദ്യങ്ങളും ഉന്നയിക്കാമല്ലോ. കാരണം വെച്ചാൽ നമ്മൾ ഈ കേസ് അക്കാലത്ത് പത്രങ്ങൾ വായിച്ചതൊക്കെ അറിയാം അതിൻ്റെ ആ ഒരു രസം. അപ്പോൾ അതുപോലെ മാധ്യമങ്ങൾക്ക് പലതും ഊഹിച്ചെടുക്കാം. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയം ഇതാണ്. അതായത് കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം കെ കരുണാകരൻ്റെ ശൈലി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു ഉൾപാർട്ടി സമരത്തിൽ അക്കാലത്ത് ചാരക്കേസ് വന്നുപെട്ടു എന്നുള്ള സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ലാവ്ലിൻ കേസ് ഉദാഹരണമായി കാണിച്ച എല്ലാ മുന്നണിയിലും ഉണ്ടത്. കാരണം ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയായിട്ട് വന്നപ്പോൾ അക്കാലത്ത് VS അച്യുതാനന്ദൻ നടത്തിയ കാര്യങ്ങൾ ഒരു മിനിറ്റ് VS അച്യുതാനന്ദൻ നടത്തിയ സമരം നിങ്ങൾക്ക് പ്രതികരണങ്ങൾ അറിയാം. അതിനുശേഷം പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കൊടുക്കാതെ നായനാരെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് കൊണ്ടുവന്നില്ലേ? അപ്പോൾ അത് എല്ലാ മുന്നണിയിലും നടക്കും. അത് സ്വാഭാവികമാണ്. അതിൽ ഗൂഢാലോചന വേണ്ട. കാരണം വെച്ചാൽ എനിക്കൊരു ആയുധം കിട്ടുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, സാധ്യതകളാണ്. ഓരോ സാധ്യത പ്രയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ കരുണാകരനെതിരെ ഒരു സാധ്യത പ്രയോഗിച്ചു എന്ന് വന്നുള്ളതുകൊണ്ട് കരുണാകരന്റെ ശത്രുവായിരുന്നല്ലോ. പിന്നീട് AK ആന്റണിയും കരുണാകരനും തമ്മിൽ എന്തായിരുന്നു ബന്ധം? വളരെ ഊഷ്മള ബന്ധമായിരുന്നില്ലേ? KPCC പ്രസിഡന്റായിട്ട് K മുരളീധരൻ വന്നപ്പോൾ AK ആന്റണിയുമായിട്ട് ഏറ്റവും സഹകരിച്ച ഒരാളാണ് K മുരളീധരൻ. കുറച്ചുകൂടി വ്യക്തത വരുത്തിയിട്ടുണ്ട് ശ്രീകുമാർ എന്നുള്ളത് സത്യം തന്നെയാണ്. ശ്രീ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ വീണ്ടും ഇവരോടൊപ്പം തന്നെ താങ്കളോടും ക്ഷമ ചോദിക്കുകയാണെങ്കിലും ഇത് അവസാനിക്കുമ്പോൾ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെ കടന്നുപോയ ആളെന്ന നിലയിൽ ഇതിന്റെ ഗൂഢാലോചനയുടെ പരിധിയിൽ ആരൊക്കെ വന്ന് കയറാനായിരിക്കും സാധ്യത? ശ്രീ ഉണ്ണികൃഷ്ണൻ. അല്ല, അത് CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പക്ഷേ ചില സൂചനകൾ കേസ് നടത്തിയ ആളെന്നുള്ള നിലയിൽ എനിക്കും നമ്പി നാരായണൻ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സ്വയം ഇത് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ഈ ഗൂഢാലോചന എവിടെയൊക്കെ ഉണ്ടായിരിക്കാം
എന്നൊക്കെ ഒരു തോന്നൽ. അദ്ദേഹം സ്പെക്കുലേഷൻ പറയാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരു ISROയുടെ ഒരു ഓപ്പൺ ലെറ്റർ ഉണ്ട്. ആ ഓപ്പൺ ലെറ്ററിനകത്ത് ഫോറിൻ ഇൻ്റർഫിയറൻസ് ഉണ്ടാകാം എന്ന് ഓപ്പൺ ലെറ്ററിനകത്ത് പറയുന്നുണ്ട്. അത് 6 മഹാരഥന്മാർ എഴുതിയതാണ്. അതായത് ISROയിൽ ഉണ്ടായിരുന്ന വലിയ വലിയ ആൾക്കാർ. അതുകൂടാതെ പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഈ ആ ഫോറിൻ ഇൻ്റർഫിയറൻസിൻ്റെ ഇൻഫ്ലുവൻസിൽ IBയും കേരള പോലീസും ഒക്കെ ഇതിനകത്ത് എന്തോ റോൾ അവർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു കള്ളക്കേസ്, അതും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനായ ISROയിലെ അതും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനും ശശികുമാറിനുമെതിരെ അവർ ക്രയോജനിക് ഡെവലപ്മെൻറ്റ് ടീമിൽ അപ്പോൾ ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു തെളിവുമില്ലാതെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു കോൺസ്പിറസിയും ഇല്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മാത്രമല്ല ഇതിനകത്ത് ആ സിറ്റുവേഷൻ അതുപോലെ നിലനിർത്തിയെങ്കിൽ മാത്രമേ പല രാഷ്ട്രീയക്കാർക്കും പല ഉദ്ദേശിച്ച ഫലം ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് കൊണ്ടും കൂടിയായിരിക്കണം അവരും കൂടെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കാം എന്നുള്ളത്. അത് ആ ഒരു ചാരക്കേസ് നിലനിന്നെങ്കിൽ മാത്രമേ അന്നത്തെ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനെ കണക്ട് ചെയ്യുന്നത് പിന്നെ അന്നത്തെ IGP രമൺ ശ്രീവാസ്തവയിലൂടെയാണ്. രമൺ ശ്രീവാസ്തവ അതിനകത്തുണ്ട് എന്ന് വരുത്തി തീർക്കാനും ഇതിൻ്റെ SITയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ താല്പര്യമായിരുന്നു. യഥാർത്ഥത്തിൽ അതെല്ലാം തലനാരിഴ കീറി കൃത്യമായിട്ട് പരിശോധിച്ചപ്പോൾ രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ അദ്ദേഹം മദ്രാസിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഈ പിന്നെ അവാസ്തവങ്ങളായ ഒത്തിരി കാര്യങ്ങൾ കൂട്ടിയിണക്കിയാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ തിരക്കഥ തയ്യാറാക്കിയവർക്ക് പറ്റിപ്പോയ പാളിച്ച. ശ്രീ പന്തളം സുധാകരൻ ഒറ്റ വാക്കിൽ അല്ല അതായത് ശ്രീ നമ്പി നാരായണൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഗുരുതരമായ കേസ് ആരോപണം ചാരക്കേസ് ഉണ്ടായപ്പോൾ അതിൽ മുഖ്യ കഥാപാത്രമായി സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്ന K കരുണാകരന് ഒരിക്കൽ പോലും അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല എന്ന് തമ്മിൽ അറിയില്ല, നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ശരി, നന്ദി ശ്രീ പന്തളം സുധാകരൻ, നന്ദി ശ്രീ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, നന്ദി ശ്രീ ശ്രീകുമാർ, നന്ദി ശ്രീ നമ്പി നാരായണൻ, നന്ദി ശ്രീ S വിജയൻ ഈ ചർച്ചയിലൊപ്പം ചേർന്നതിന്. ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ നമ്പി നാരായണൻ കുറിച്ച് അവസാനിപ്പിക്കുക വാചകം ഒരിക്കൽ കൂടി പ്രേക്ഷകരോട്. സത്യത്തിന് ഒരു നാൾ പുറത്തു വരാതെ സാധിക്കില്ല. കാലമുണക്കാത്ത മുറിവുകളുമില്ല, കാലം തെളിയിക്കാത്ത തെറ്റുകൾ ഏതായിരുന്നുവെന്ന് കണ്ടെത്താനാണ് CBI എത്തുന്നത്. നേരറിയാൻ CBI വരട്ടെ. ആ സത്യത്തിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് കാലം കാത്തുവെച്ച നീതി നൽകട്ടെ.